ആയുസ്സോടെ ഇരുന്ന് ഞാൻ സകല സമൃദ്ധിയും അനുഭവിക്കും. ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന് ഞാൻ നന്മ കാണും. വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും അറിയും. അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തന്നല്ലോ. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ഇന്നും കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ധ്യാനിക്കാം. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ നിന്ന് വരുന്നു. ആകുലപ്പെടാതെ എല്ലാ പ്രാർത്ഥനയാലും സ്തോത്രത്താലും ദൈവത്തെ അറിയിക്കണം. സ്വർഗീയ പൗരന്മാർക്കുള്ള അവകാശം സകല ചിന്താവിലും പൗരത്വത്തെക്കുറിച്ച് സ്വർഗത്തിലുള്ള നമ്മുടെ ആമേൻ. നന്ദി കർത്താവ്. ഇന്നലെ നമ്മൾ കേട്ട സ്വർഗത്തിലെ പൗരത്വം നമുക്കുണ്ട്. ടിവിയുടെ അടുത്ത് നിന്നൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് മാറി നിൽക്കണേ. കഴിവതും നിങ്ങൾ ഏതെങ്കിലും ഒരു മുറിയിലോട്ട് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഏതെങ്കിലും ഒരു മുറിയിലോട്ട് നിങ്ങൾ മാറിയിരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ശ്രദ്ധ മാറിപ്പോരുത്. ദൈവത്തിന്റെ ആലോചന വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആരാണോ എപ്പോൾ വേണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ വിളിയും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും അപ്പോഴും വരും. ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ മിദ്യാം സൈന്യത്തെ ഭയപ്പെട്ട് ആ ഒരു ഗോതമ്പ് മുന്തിരിച്ചക്കിന്റെ ചൂട്ടിരുന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കുമായിരുന്നു. പുള്ളി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഇന്ന് രാത്രി എൻ്റെ ചരിത്രം മാറുമെന്നും. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായി. പിന്നീട് ഗിദെയോനെ അറിയപ്പെടുന്നത് താൻ ഒറ്റയാളായി മിദ്യാസേനത്തെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പരാക്രമശാലിയാക്കി മാറ്റിയൊരു ദൈവം ഒരു രാത്രിയിലാണ്. ഈ ദിവസങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം. ദൈവത്തിന്റെ ആലോചനയാൽ ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയാക്കും. ആമേൻ. കർത്താവിന്റെ വചനം നമുക്ക് പിന്നെയും കേൾക്കാം. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പിന്നെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും സാക്ഷ്യമാക്കുന്നല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യും. ഇന്നലെ നമ്മൾ കേട്ടു, കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാൻ ഇടയായി തീർന്ന് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താ ആകുലങ്ങൾ, എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. എനിക്ക് ദൈവസന്നിധിയിൽ ഒരു ഗ്യാരണ്ടി ഉണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ എനിക്കൊരു ഉറപ്പും ധൈര്യവും ലഭിക്കുന്നത് എൻ്റെ പൗരത്വമാണ്. കാൽവരി ക്രൂശിലൂടെ കർത്താവ് എനിക്ക് നേടിത്തന്നതാണ്. ആ ദൈവം എന്നെ കൈവിടത്തില്ല. ആമേൻ. നമുക്ക് പിന്നെയും കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. പത്രോസ്ലീഹായുടെ പത്രോസ്ലീഹായുടെ ലേഖനമാണ് നമ്മൾ കേട്ടത്. ഇനി 2 പത്രോസ്ലീഹായുടെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പരിചിതമായ വാക്യമാണ് 2 പത്രോസ്ലീഹ. അപ്പം നമ്മൾ 1 പത്രോസ്ലീഹായുടെ ലേഖനം ധ്യാനിച്ചു കഴിഞ്ഞു. 2 പത്രോസ്ലീഹയിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഞാൻ ആദ്യം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഈ വചനചിന്ത എല്ലാം വരുന്നത്. അതായത് ഈ വചനം അപ്പോസ്തലനായ പൗലോസ്ലീഹ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരോട് പറയുന്ന സമയത്ത്, ആ കാലഘട്ടത്തിൽ യേശുവിലേക്ക് വന്നിട്ട് ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയവർ, ഒത്തിരി പ്രയാസം അവർക്കുണ്ടായി, ഒത്തിരി പ്രതിസന്ധികൾ അവർക്കുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ജനത്തോടെ അവരെ ബലപ്പെടുത്തേണ്ടതിന്, ദൈവത്തിന്റെ സന്നിധിയിൽ അവരെ ഉറപ്പിക്കേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ്ലീഹ അവരോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്നലെ കേട്ടിരുന്നത്. അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് ഇങ്ങനെ വരുവാണ്. 2 പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുകയാണ്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ച ദൈവം തന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തു കഴിഞ്ഞു. നോക്കിക്കേ, നമ്മളെ വിളിച്ചൊരു ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനമായി തന്നിരിക്കുന്ന ദൈവമാണ്. എന്നുള്ള ഞാൻ പറയാം, നമുക്ക് വേണ്ടതൊക്കെ തന്ന ദൈവമാണ്. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നോക്കി, നമ്മുടെ ആത്മീയമായും ഭൗതികമായും നമുക്ക് വേണ്ടതൊക്കെയും നമ്മളെ വിളിച്ചപ്പോൾ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കല്യാണത്തിന് പോകുന്നവരാണെങ്കിൽ കല്യാണത്തിന് നിങ്ങളെ ക്ഷണിക്കുന്ന സമയത്ത് ഊണ് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ആ കല്യാണത്തിന് വിളിച്ച ആൾക്കാർ പ്രത്യേകം ഒരു ക്ഷണം നിങ്ങളെ വിളിക്കുമോ? പ്രത്യേകം ക്ഷണിക്കുമോ? ഊണ് കഴിക്കാൻ വേണ്ടി പ്രത്യേകം വിളിക്കുമോ? ഇല്ല. ഇല്ല.
നമ്മളെ ആ കല്യാണം വിളിക്കകത്ത് തന്നെ അവിടെ ആഹാരം കഴിക്കുവാനുള്ള ആ ഒരു വിളിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ആരും എന്ത് ചെയ്യേണ്ട, കല്യാണത്തിന് പോകുമ്പോൾ പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല, നമ്മളെ കയ്യിലൊന്നും കരുതേണ്ട കാര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ ആ വിളിച്ചവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ആ കല്യാണത്തിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ആഹാരത്തെ ഒരുക്കും. ഇതേപോലെ ദൈവം നമ്മെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ച് തൻ്റെ പരിജ്ഞാനത്താൽ തൻ്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ എനിക്ക് വേണ്ടതൊക്കെയും തന്നിട്ടുള്ളത് ഒരു വിളിക്കകത്താണ്. ആ വിളി കേട്ടവരാണ് രക്ഷിക്കപ്പെട്ടവര്. അപ്പൊ രക്ഷിക്കപ്പെട്ട നിങ്ങൾ, ഇന്നലെ ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ഒരു നമ്മുടെ പ്രയർ ലൈനിലേക്ക് ഒരു സഹോദരൻ സാക്ഷി അയച്ചു. അദ്ദേഹം ആ സാക്ഷ്യം പറഞ്ഞത് പ്രാർത്ഥനയ്ക്ക് അവസരം, അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സാക്ഷി അദ്ദേഹത്തിനുണ്ട്, വലിയൊരു മാറ്റം അദ്ദേഹത്തിനുണ്ടായി. പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹം കേൾക്കുന്നതെന്ന് എനിക്കറിയാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രാർത്ഥന മുടക്കരുത്. നമുക്ക് അവസരം ഉണ്ടായിട്ടും പല ആൾക്കാരും പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. പല കാരണങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ പറയാറില്ലേ, നിങ്ങളുടെ ഭാവി ഓർത്താണ് നിങ്ങൾ ഭാരപ്പെടുന്നതെങ്കിൽ, അതുകൊണ്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കാൻ നിങ്ങൾക്ക് മടിയെങ്കിൽ, ഞാൻ ഉറപ്പിച്ചു പറയാം, നാളെ നിങ്ങൾക്ക് ഇപ്പോൾ പിടിച്ചിരിക്കുന്ന സകല പിടിവള്ളിയും മാറിപ്പോകും. അവസാനം ദൈവത്തെ വിളിക്കുന്നവരാകരുത്. ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രായത്തിൽ നിങ്ങളെക്കാളും ഒക്കെ ഞാൻ ചെറുപ്പമാണെങ്കിലും ആളുകളെ വിശ്വാസ ജീവിതത്തിൽ ഏകദേശം ഇന്നൊരു 10 വർഷത്തോളം അടുത്ത് പല ആളുകളെ കണ്ടതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാൽ ചിലപ്പോൾ ഇപ്പം വലിയ സാധ്യതകളൊന്നും മുമ്പിൽ കണ്ടിട്ടില്ലായിരിക്കാം, ഇപ്പം പ്രത്യക്ഷമായ ഒരു മാറ്റം ഇല്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാ, ദൈവം ഉയർത്തുന്ന ദൈവമാണ്, ദൈവം മാനിക്കുന്ന ദൈവമാണ്, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആമേൻ. ഇവിടെ നോക്കി, തൻ്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. ഇനി നോക്കിക്കേ, 4-ാമത്തെ വാക്യം നോക്കി, ആകയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ഇവിടെ നിങ്ങൾക്ക് ഈ ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഒന്ന് പറയാവോ? എന്താണ് ഈ ദിവ്യ സ്വഭാവം? ഒറ്റ വാക്കിലൊന്ന് പറയാൻ കഴിയുമോ? ദിവ്യ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. യേശു ക്രിസ്തുവിന്റെ അതേ സ്വഭാവം. നല്ല സ്വഭാവം. ശ്രേഷ്ഠമായ സ്വഭാവം. വിശുദ്ധിയുള്ള സ്വഭാവം. ദിവ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിന്റെ സ്വഭാവം, പരിശുദ്ധമായ സ്വഭാവം, വിശുദ്ധമായ സ്വഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞ ഡിവൈൻ നേച്ചറാണ്. ഡിവൈൻ നേച്ചർ, അതായത് ആത്മീയ സ്വഭാവം, സ്പിരിച്വൽ നേച്ചർ എന്നാ പറഞ്ഞത്. അപ്പൊ സ്പിരിച്വൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 തരം സ്വഭാവം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? രണ്ട് നേച്ചർ അവർക്കുണ്ട്. ഇപ്പം മൃഗത്തെ വിളിച്ചുകൊണ്ട് നമുക്ക് ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക, അങ്ങോട്ടിരിക്കുക, മാറിയിരിക്കുക, അവരെയൊക്കെ പരിചയപ്പെടുന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും മൃഗത്തിന് അത് കഴിയത്തില്ല. ഇനി ആ മൃഗം നിങ്ങളെ വിളിച്ചുകൊണ്ട് കാട്ടിൽ പോയിട്ട് അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറഞ്ഞാൽ നമുക്ക് കഴിയത്തില്ല. കാര്യം 2 പേരുടെ നേച്ചർ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ദിവ്യ സ്വഭാവം, ആത്മീയ സ്വഭാവം. ആത്മീയ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതി, ഞാൻ പറഞ്ഞു, ബൈബിൾ പലയിടങ്ങളിലും കണക്ഷനായിട്ട് കിടക്കുന്ന വചനങ്ങളാണ് മുഴുവനും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ താഴേക്ക് വരുമ്പോഴേക്കും അവിടെ ഇങ്ങനെ കാണാൻ പറ്റും, കർത്താവ് ദൈവത്തിന്റെ, നോക്കി ഈ വാക്യം നോക്കി, ദൈവത്തിന്റെ പോഷത്വം 1-ാമത്തെ വാക്യമാണ്. 1-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് ദിവ്യ സ്വഭാവത്തെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു അന്നത്തെ കാലഘട്ടത്തിൻ്റെ അകത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ അവർ എന്ത് ചെയ്തു? യേശുവിലേക്ക് വന്നതിന് ശേഷം അവർ പൗലോസിന്റെ പക്ഷം ചേർന്നു, അപ്പൊല്ലോസിന്റെ പക്ഷം ചേർന്നു, അവർ പത്രോസിന്റെ പക്ഷം ചേർന്നു, ഇങ്ങനെ ഓരോരുത്തരുടെ പക്ഷം ചേർന്നിരിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നൊരു വാക്യമുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം ലോകത്തിന്റെ ജ്ഞാനി അല്ല ദൈവത്തിന്റെ വിശ്വാസി എന്ന് പറയുന്നത്. ഇനി 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ ആ താഴേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റി പൗലോസ് ലീഗ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളോ, ഇവിടെ നിങ്ങൾക്ക് ദൈവം നമ്മെ മുദ്രയിട്ടു ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു,
അപ്പൊ ഇവിടെ നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, 20-ാമത്തെ വാക്യം നോക്കിയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വെന്നത്രേ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പത്രോസ്ലീഹയുടെ ലേഖനം നോക്കിയേ, നമുക്ക് അതിമഹത്വമേറിയ വാഗ്ദത്തങ്ങളെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. അപ്പോൾ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവികമായ ഈ ലോകത്തിന്റെ നാശം വിട്ടൊഴിഞ്ഞ് അതിമഹത്വമേറിയ അതിമഹത്വേറിയ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ ഈ അതിമഹത്വമേറിയ വാഗ്ദത്തങ്ങൾ ഈ കൈവശം ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു ദിവ്യ സ്വഭാവം വേണം. എന്താണ് ദിവ്യ സ്വഭാവം? നമുക്കൊന്ന് മനസ്സിലാക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല, ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയമായി തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കാഞ്ഞാൽ അവനത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഡിവൈൻ നേച്ചർ. നിങ്ങൾക്കൊരു ദിവ്യ സ്വഭാവമുണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ ഒരു ദിവ്യ സ്വഭാവം? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിന്റെ മനസ്സ്. എന്താ ക്രിസ്തുയേശുവിൻ? ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞ ഒറ്റ വഴി ഞാൻ പറഞ്ഞു തരാം. ആരുടെയും പക്ഷം ചേരത്തില്ല. ഇപ്പൊ നമുക്കറിയാം, ലോകത്തിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു രാജ്യത്തിന്റെ കൂടെ നിന്ന് മറു രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വാസിയാണെങ്കിലും നിങ്ങളുടെ അകത്ത് ദിവ്യ സ്വഭാവത്തിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഞാൻ അതിലേക്ക് ഇപ്പോൾ വരാവേ. ഒന്നാമത്തെ ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ ലേഖനത്തിലേക്ക് പറയുന്നു, പ്രാകൃതമായ മനുഷ്യൻ. പ്രാകൃതമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കാർണൽ മൈൻഡ്. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, പ്രാകൃത മനുഷ്യൻ. അവൻ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമായി തോന്നുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒറ്റ രാത്രിയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി നടത്തുമെന്ന് പറയുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ ആർക്കൊക്കെ ആമേൻ പറയാൻ തോന്നുന്നുണ്ട്? ആമേൻ. ഇങ്ങനെ പറയാൻ പറ്റുന്നതാണ് ദിവ്യ സ്വഭാവം. ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്വഭാവം എന്ന് മാത്രമല്ല, പിന്നെയോ ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കുവാനുള്ള മൈൻഡ്. അത് ലോക മനുഷ്യനില്ല. അതെന്താ ബ്രദർ അങ്ങനെ ഇല്ല? അതെല്ലാവരും ബൈബിൾ വിശ്വസിക്കുന്നില്ലേ? ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തും യേശുവിനെ അറിയാത്തവരും ഒക്കെ ക്രിസ്മസിന് അന്ന് പോകുമ്പോഴേക്കും അവർ കേക്ക് മേടിക്കുന്നു, ക്രിസ്മസ് ട്രീ വെക്കുന്നു, കരോള് വെക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അവർ യേശുവിന്റെ വിശ്വാസികൾ പോലുമല്ല. ഞാൻ ആ കാര്യമല്ലേ പറയുന്നത് കേട്ടോ. ഇന്ന് ഈ വചനവുമായിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് പറയണം, തകർന്ന് തരിപ്പടമായി നിൽക്കുന്ന ഭവനത്തിൽ പോയിട്ട് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ട്, ദേ ബൈബിളിൽ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേപോലെ തകർന്നൊരു ഭവനം ഉണ്ടായിരുന്നു. ആരുടെ ഭവനമാണ്? ഇഷ്ടംപോലെ ആൾക്കാരുടെ ഭവനം ഉണ്ടെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സറാഫാത്തിലെ വിധവ. മരിക്കുമെന്ന് വിധി എഴുതി പറഞ്ഞ സഹോദരിയുടെ വീട്ടിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ട് എന്ത് ചെയ്തു? അത്ഭുതങ്ങളെ അവിടെ സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലും ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ, ദൈവം എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടാതെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ വചനവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ പ്രാകൃത മനുഷ്യൻ ഒരിക്കലും കണക്ട് ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് ഈ പാതിരാത്രിയിൽ കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ഉറക്കം അളച്ചിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ജോലി കിടക്കിയിരുന്നുകൊണ്ട്, ഡ്യൂട്ടി കിടക്കിയിരുന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ പല രാജ്യത്തിരുന്നുകൊണ്ട്, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിലേക്ക് ഇരുന്ന ആൾക്കാർ പറഞ്ഞു കേട്ട്, രാവിലെ 3 മണിക്ക് അലാം വെച്ചിരുന്ന് എണീറ്റിരുന്ന് വചനം കേൾക്കുക, അതിനുശേഷം 7 മണിക്ക് ഡ്യൂട്ടിക്കും കൂടെ പോകണം. അപ്പൊ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങൾ ഈ പ്രാർത്ഥനകൾ കേൾക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആകർഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങളുടെ സ്വഭാവം ആത്മീയ സ്വഭാവമാണ്, ദൈവത്തിന്റെ സ്വഭാവമാണ്, യേശുവിന്റെ മനസ്സാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എന്താണെന്നറിയാവോ, വചനം ഭക്ഷിക്കുവാൻ നിങ്ങളുടെ അകത്തൊരാഗ്രഹം വരുന്നു. നോക്കി, ഇവിടെ പ്രാകൃത മനുഷ്യൻ കർത്താവിന്റെ വചനത്തെ കൈക്കൊള്ളുന്നില്ല,
അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കാഞ്ഞാൽ അതവന് ഗ്രഹിക്കുന്നില്ല. ആമേൻ. നോക്കിക്കേ, ആത്മീയമായി വിവേചിക്കാഞ്ഞാൽ അത് ഗ്രഹിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന വചനങ്ങളെ കേൾക്കുമ്പോൾ, ബ്രദറെ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ആശ്വാസം, പലരും പറയത്തില്ലേ, അയ്യോ ബ്രദറാ പറയുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസമാ, ഓ ബ്രദറാ പറയുന്ന വചനം കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ബലവാ, എന്തോ ഒരു ധൈര്യവാ എന്ന് നിങ്ങൾ പറയുമ്പോൾ, ബ്രദർ പറഞ്ഞതിന്റെ മിടുക്കല്ല, പകരം നിങ്ങളുടെ സ്വഭാവമാണ്. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു തണുപ്പുണ്ടാകുന്നുവെങ്കിൽ, തകർന്നിരിക്കുന്ന സമയത്തും വചനം കേൾക്കുമ്പോൾ ഒരു മനസ്സിന് ഇപ്പോഴൊരു തണുപ്പ് വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ ദിവ്യ സ്വഭാവമുള്ളവരാണ്. ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കുന്ന സ്വഭാവം, അതിനെ വിശ്വസിക്കുന്ന സ്വഭാവം, അത് നിങ്ങൾക്കുണ്ട്. അതായത് യേശു വന്നിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, പള്ളിപ്രമാണിയുടെ മോള് മരിച്ചു. പള്ളിപ്രമാണിയുടെ മോള് മരിച്ചു എന്ന് പറഞ്ഞ സമയത്ത് യേശു അവിടെ ചെല്ലുന്ന സമയത്ത് അവർ വാവിട്ട് കരയുക. കർത്താവ് മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അവര് ഈ ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുവാന്ന് പറഞ്ഞപ്പം അവരിങ്ങനെ വായും പൊളിച്ചിരിക്കുക. അവരാമേൻ പറഞ്ഞിട്ടില്ല. ആരും ആമേൻ പറയുന്നില്ല. യേശു അവരെല്ലാം പുറത്താക്കി. കാരണം എന്നറിയാവോ, പ്രാകൃത മനുഷ്യന് ഭോഷത്വമാണ് ഈ പറയുന്നത് വചനം. പക്ഷെ ആത്മീയനോ അത് വിവേചിക്കുന്നു. ഇത് എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ആമേൻ. അപ്പൊ ദൈവം നമ്മളെ, ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്ത് ഈ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങൾക്കറിയാവോ, ഞാൻ എല്ലാ പ്രസംഗകരിലും ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും മോശം പ്രസംഗം എൻ്റെ ആയിരിക്കും. ഞാൻ പറഞ്ഞ മാനുഷിക ബുദ്ധിയിലോട്ടോ. കാര്യം എനിക്ക് വലിയ കഴിവില്ല, എനിക്ക് വചന പഠനമില്ല, ഞാൻ തിയോളജി പഠിച്ചിട്ടേ ഇല്ല, ബൈബിൾ പണ്ഡിതനുമല്ല, ബൈബിൾ ഞാൻ പഠിച്ചിട്ടുമില്ല, ബൈബിളിന്റെ ABCD അറിയത്തില്ല, എനിക്ക് ആത്മീയ എന്താ പറയുന്നത് വലിയ വലിയ ഗുരുക്കന്മാരില്ല, ഞാൻ വചനം വേറെ ഒന്നും പോയി പഠിച്ചിട്ടില്ല. എനിക്ക് ആകെ ബൈബിൾ വായിക്കാൻ ഒരു കൃപ തന്നു, പറയാൻ ഒരു കൃപ, ഇതല്ലാതെ ഒന്നുമില്ല. അപ്പൊ ഒരു ബാക്കി ബൈബിൾ പണ്ഡിതന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലാത്തൊരു മനുഷ്യനാ. അപ്പൊ ദൈവം പെർഫോമൻസ് അല്ല നോക്കുന്നത്, ദൈവം കഴിവല്ല നോക്കുന്നത്, പകരം എന്നാ നോക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ദൈവം ചിലത് നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ചിലർ പറയും, ബ്രദറെ ആരും എൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞങ്ങളെ ആരും വളർത്തുന്നില്ല എന്ന് പറഞ്ഞു. ആരും വളർത്തത്തില്ല, ദൈവം വളർത്തുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ല, എന്നെ ശുശ്രൂഷയിലേക്ക് ഞാനിപ്പോൾ ദൈവം നമ്മളെ നടത്തുന്ന സമയത്ത് എടുത്തു പറയുവാൻ ഒരു ക്വാളിഫിക്കേഷൻ എനിക്കില്ല കേട്ടോ, എടുത്തു പറയാൻ ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ആമേൻ. അപ്പൊ ഇവിടെ പ്രാകൃത മനുഷ്യനും ആത്മീയ മനുഷ്യനും, ഇതാണ് ഡിവൈൻ നേച്ചർ. ഇതാണ് പത്രോസ്ലീഹ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നോക്കിയേ, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങൾ നൽകിയിരിക്കുന്നു. അവയാൽ നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ട്, ഈ ലോകമോഹം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മദ്യപാനം, വെറിക്കൂത്ത്, വ്യഭിചാരം, പാപം, ഇതൊക്കെയാ വരുന്നത്. ഈ ലോകത്തിന്റെ മോഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകം ആകർഷിക്കുകയാ. പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കുവാനും ചിന്തിക്കുവാനും നിങ്ങളെ അഴിച്ചുവിടുകയാണ്. അതാണ് പത്രോസ്ലീഹ പറഞ്ഞേക്കുന്നത്. പല പ്രസംഗകരും പ്രസംഗിക്കുന്നത് ലോകത്തിന്റെ മോഹം, പാപം, വെറിക്കും, അതൊക്കെ വേണ്ട കേട്ടോ, നമുക്ക് ആവശ്യമില്ല. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഡിവൈൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അതിമഹത്തായ വാഗ്ദത്ത വചനം കയ്യിലിരുന്നോട്ട് അത് വെച്ചോണ്ട് വിശ്വസിക്കണം. എൻ്റെ ദൈവം ഈ എഴുതിയിരിക്കുന്ന വചനം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കും. നിങ്ങൾ ആദ്യം വീട് പണിയുന്ന സമയത്ത് എഞ്ചിനീയർമാരുടെ കയ്യിൽ, കോൺട്രാക്ടർമാരുടെ കയ്യിൽ, മേസ്ത്രിമാരുടെ കയ്യിൽ ആദ്യം കിട്ടുന്ന ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടല്ലേ, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഈ ബ്ലൂ പ്രിന്റ് ആണ് വീട് ഇങ്ങനെ ഇരിക്കും, ഈ വീട് ഇതുപോലെ ആയിത്തീരും. ഈ ബ്ലൂ പ്രിന്റ് ആണ് കൈ കിട്ടുന്നത്. 1 വർഷമോ 6 മാസമോ 2 വർഷമോ 3 വർഷമോ എടുത്തതിന് ശേഷം ആ ബ്ലൂ പ്രിന്റിൽ വരച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു ഭവനം ഉണ്ടായി വരും. ഇതാണ് ബൈബിൾ. ഇപ്പോൾ അത് വചനമായിട്ടായിരിക്കുന്നത്, നാളെ അത് റിയാലിറ്റി ആയിട്ട് മാറും. നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിവൈൻ നേച്ചറിന്, ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരണം. അപ്പൊ ദിവ്യ സ്വഭാവം എന്തുവാ? അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ആദ്യം രക്ഷിക്കപ്പെട്ട വ്യക്തി സൺഡേ നിങ്ങൾ എവിടെയെങ്കിലും കൂട്ടായ്മയ്ക്ക് പോകണം. ഞായറാഴ്ച ബ്രദറിനെ പറ്റിക്കാൻ എളുപ്പമാണ് കേട്ടോ.
ബ്രദറിനെ പറ്റിക്കാൻ എളുപ്പം സൂം മീറ്റിംഗ് കൂടിയാൽ മതി, കൂട്ടായ്മ വന്ന്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എറണാകുളത്തും കോട്ടയത്തും കൊല്ലത്തും അവിടെയൊക്കെ റിസ്ക് എടുത്ത് ഒത്തിരി ദൂരം, അവിടുന്ന് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ പത്തനംതിട്ടയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് വന്നത് വെറുതെ ആയിപ്പോയെന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? വേറെ വരണ്ടായിരുന്നു എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, പലരും ഒത്തിരി പേര്, എനിക്ക് തന്നെ ഒത്തിരി സങ്കടം വന്നു. കാരണം വെച്ചാൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് കുറച്ച് പേര് വരും, അവർക്കെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്തയിൽ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്ന രീതിയിലേക്കായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചത് കൊണ്ട് നമ്മൾ പറഞ്ഞതിലുമൊക്കെ കൂടുതൽ ആളുകൾ വന്നു. നിങ്ങൾ എനിക്ക് കൈവച്ച് പ്രാർത്ഥിക്കുവാനോ, എല്ലാവരുടെ മേൽ കൈവച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തിപരമായിട്ടൊന്ന് സംസാരിക്കാനോ ഇടപെടാനോ ഒന്നും കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത്, എനിക്ക് നമ്മളെല്ലാം എന്താ പറയുന്നത്, വല്ലാത്ത ഒരു തിരക്കിൻ്റെ അകത്തായിപ്പോയി, വല്ലാത്തൊരു തിരക്കിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോയി. പക്ഷെ എങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേര് പിന്നീട് സാക്ഷ്യം പറഞ്ഞു, വന്നത് എനിക്കൊരു അനുഗ്രഹമാണ്. കണ്ടേ, ഒത്തിരി കുറവ് അവിടെ ഉണ്ടായിരുന്നല്ലേ ബ്രദർ? ഒത്തിരി പേര്, എനിക്ക് നിങ്ങൾ എല്ലാവരോടും സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് നടന്നില്ല. കാര്യം ആരുടെയും കുഴപ്പമല്ല, നമ്മൾ പ്രതീക്ഷിച്ചാലുമൊക്കെ അപ്പുറമായിട്ട് കാര്യങ്ങളെല്ലാം അവിടെ നടന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് നമുക്കെല്ലാം അപ്പം ആ ഒരു നമ്മുടെ കാൽക്കുലേഷൻ അല്ല അവിടെ. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവെ, ദൈവം ഞങ്ങളെ കൂട്ടി വരുത്തിയതിൻ്റെ അകത്ത് വലിയ പദ്ധതിയുണ്ട്. അപ്പം ഈ ലോകത്തിനോട് അനുരൂപരാകുവാൻ നമ്മളെപ്പോഴും ട്രെയിൻ ചെയ്യിപ്പിക്കും പിശാച്. പിശാചിനെ ഉയർത്തുമല്ല, ലോകത്തോട്. അതുകൊണ്ടാണ് പത്രോസ് ലീഗ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ താഴേക്ക് നാം വായിച്ചപ്പോഴേക്കും അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി നടക്കും അവൻ. ആര്? പിശാച്. അലറുന്ന സിംഹം എന്ന പോലെ. അപ്പൊ നിങ്ങൾ ഈ വചനമെല്ലാം കേൾക്കാതെയും വാഗ്ദത്തങ്ങളൊന്നും ലഭിക്കാതെ വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കാതെയും കൂട്ടായ്മ ആചരിക്കാതെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളും ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിക്കും. നിങ്ങളും എന്ത് ചെയ്യും? ഒരു നിരീശ്വരവാദി മനസ്സിലേക്ക് അങ്ങ് പോകും. നിങ്ങളും മനസ്സും അടുത്തവനെ പോലെ ആയിപ്പോകും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ ഈ കൂട്ടായ്മയെ കണ്ട ഏറ്റവും വലിയ ബലം, ഞാൻ മിക്കപ്പോഴും ഈ നന്നായിട്ട് ആരാധിക്കുന്ന ആൾ. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ആരാധന കണ്ടു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ആരാധിക്കും. നല്ലൊരു ആത്മസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാം മറന്ന് ആരാധിക്കുന്ന ആളാണ്. നന്നായിട്ട് കൈയടിക്കും. ഇനി തിരിഞ്ഞോ മറിഞ്ഞോ ഉരുണ്ടോ കിടന്നോ, ചിലപ്പോൾ ദൈവശക്തിയാൽ ഞാൻ തെറിച്ചു പോയെന്നിരിക്കും, ഞാൻ ഉരുണ്ട് മറിഞ്ഞെന്നിരിക്കും. പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞാൽ ആര് വിമർശിച്ചാലും എന്തൊക്കെ വന്നാലും ഞാൻ അതിന് വിട്ടുകൊടുക്കുന്ന ഒരാളാണ്. കാരണം എനിക്കറിയാം, എൻ്റെ മനസ്സും ശരീരവും ഒക്കെ എൻ്റെ ബുദ്ധിയുമൊക്കെ എന്നെ പിടിച്ചു കെട്ടാൻ നോക്കുന്നത് ഈ ലോകത്തോട് അനുരൂപരാകാനാ. നടക്കത്തില്ല, ഇങ്ങനെയാണ് അങ്ങനെയാണ്. നമുക്കറിയാം, അങ്ങനെ ജീവിക്കാനല്ല യേശു വിളിച്ചിരിക്കുന്നത്. അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ദിവ്യ സ്വഭാവം വർദ്ധിക്കണം. അതിൻ്റെ ഒന്നാമത്തെ സൈനാണ് സ്നേഹം. ഇത് നമ്മളിൽ ഉണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, കർത്താവിൻ്റെ വചനത്തിൽ ഒരു വ്യക്തി വിശ്വസിക്കുന്ന സമയത്ത് നിങ്ങൾ ആരോടും പകയുണ്ടാകരുത്. ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല വിശ്വാസികളും പലതും സ്റ്റാറ്റസ് ഇട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന രാജ്യത്തിന്റെ പക്ഷം ചേർന്നു, അവര് 100 പേരെ നന്നായി പോയെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത്. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, വലിയവരുണ്ട്, ഭാര്യയും കുടുംബം നഷ്ടപ്പെട്ടവരുണ്ട്, ഇരുപക്ഷത്തും നഷ്ടങ്ങളുണ്ടായി. അപ്പോൾ ഒരു പക്ഷത്തിന്റെ നേരെ ചേർന്നിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി നന്നായി പോയെന്ന് പറയുമ്പോൾ നാളെ നിങ്ങളെ പിടിച്ച് അവിടെ കൊണ്ടിടും സുവിശേഷം പറയാൻ വേണ്ടി ദൈവം. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, അവിടെ കൊണ്ടിടും നിങ്ങളെ, അവരുടെ ഇടയിൽ കൊണ്ടിടും. എന്തു ചെയ്യും നിങ്ങൾ? ദൈവത്തിന് അങ്ങനെ ചില സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കൊണ്ടിടും, എന്നിട്ട് നിങ്ങളെ സുവിശേഷം പറയിപ്പിക്കുക. അറിയാവോ, ആദ്യം നമുക്ക് വേണ്ടത് എന്നാണെന്നറിയാവോ? യേശുവിൻ്റെ മനസ്സാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, യേശുവിൻ്റെ മനസ്സ്. നമുക്കത് ഉണ്ടാക്കാൻ കഴിയത്തില്ല. നമുക്ക് ആ വിശ്വാസത്തിലാണ് നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് സ്നേഹം ആചരിപ്പിന്ന് എപ്പോഴും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും ഓർത്തോണം, നിങ്ങളുടെ സാക്ഷ്യം വളരെ വലുതാണ്. ഞാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒറ്റയ്ക്ക് നിൽക്കാൻ നിങ്ങൾ ആദ്യം പഠിക്കണം. എപ്പോഴും ഓർത്തോണേ, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം. വിശ്വാസ ജീവിതത്തിൽ 10 പേര് കൂടെ ഉള്ളതല്ല എൻ്റെ ധൈര്യം. യേശു എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ധൈര്യം. യേശു എൻ്റെ കൂടെ, ദൈവം എനിക്ക് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ധൈര്യം. ഇത് പോയാൽ എല്ലാം പോയി. അതിലാണ് ശക്തിപ്പെടേണ്ടത്. എന്നെ അവൻ കൈവിടത്തില്ല, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട്. ഇന്നുള്ളതും നാളെ അടുപ്പിലുള്ളതുമായ വയലിലെ പുല്ല് ദൈവം ഇങ്ങനെ ചമച്ചുവെങ്കിൽ അല്പവിശ്വാസി നിന്നെ എത്ര അധികം. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എത്ര അധികമായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും
ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് നമ്മൾ. നമുക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. യേശു വന്നത് കന്നുകാലികൾക്ക് വേണ്ടിയല്ല, യേശു വന്നത് മൃഗങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. എന്തിനാണെന്നറിയാവോ? അതിമഹത്വമേറിയ വാഗ്ദത്തങ്ങൾ എനിക്ക് ലഭിക്കേണ്ടതിന്. അപ്പൊ ഞാൻ ദിവ്യ സ്വഭാവം എന്ത് ചെയ്യണം? പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കരുത്. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മ നിങ്ങൾ ആചരിക്കണം. അവിടെ ഇവിടെയും പോയി കാണുന്നിടത്തെല്ലാം കയറാൻ പറ്റില്ല. സത്യ കൂട്ടായ്മയിൽ അകപ്പെടണം, പോയി കയറണം. കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ബലപ്പെടണം. എനിക്കറിയത്തില്ല, എൻ്റെ ഈ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ ലോകത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുക, എന്തോ ലോകത്തിൽ ഭയങ്കരമായി സംഭവിക്കാൻ വേണ്ടി പോവുക. വിശ്വാസി ബലപ്പെട്ടില്ല എങ്കിൽ വലിയ കാര്യങ്ങളിലൂടെ കടന്നു പോകും. വലിയ കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ വേണ്ടി പോവുക. ഈ സമയത്ത് ബലപ്പെട്ടില്ല എങ്കിൽ, ശക്തിപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ലോക മനുഷ്യനെ പോലെ പട്ടുപോകും. ലോക മനുഷ്യനെ പോലെ പട്ടുപോകും. അതുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് നോക്കി ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരണം. എന്ന ദിവ്യ സ്വഭാവം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അകത്തൊരു ധൈര്യം, ഉറപ്പ്, വിശ്വാസം, ബലം ഇതൊക്കെ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദിവ്യ സ്വഭാവം ഇല്ല. അതാണ് പൗലോസ്ലീഹ പറഞ്ഞേക്കരുത്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അവനത് പോഷത്വമായി തോന്നുന്നു. വീട്ടിൽ ബൈബിൾ ഉള്ള കാര്യമല്ല ഞാനീ പറയുന്നത്. ബ്രദറെ, ഞാൻ 24 മണിക്കൂർ യൂട്യൂബിൻ്റെ അകത്ത് കിടക്കുക വചനം കേട്ടോണ്ട്. ഇതല്ല ഞാനീ പറയുന്നത്. വചനമകത്തു കയറുമ്പോൾ അകത്തൊരു ധൈര്യം, ഒരു ബലം, വിശ്വാസം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ടെന്നൊരു ഉറപ്പൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ദിവ്യ സ്വഭാവം. രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബിൽ വചനം കേട്ടാൽ അത് കിട്ടത്തില്ല. പകരം നിങ്ങൾ വചനവുമായൊരു ബന്ധം വേണം. അതിന് പത്രോസ്ലീഹ താഴത്തൊരു വാക്യത്തിൽ പറയുന്ന വാക്ക് നോക്കിയേ. അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോടു കൂടെ ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയോടുള്ള ഭക്തിയോടുകൂടെ സഹോദരപ്രീതിയിലൂടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, നോക്കിക്കേ, ഇത് വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. അപ്പൊ ഇത് വർദ്ധിക്കണം. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് നെഗളം കയറുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഞാൻ പലപ്പോഴും പറയണം, ഞാൻ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ റൂട്ടിലോട്ട് പരിശുദ്ധാത്മാവ് വചനത്തെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ഞാനൊരു സ്ഥലത്ത് പണ്ട് പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനൊരു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ ദേവദാസന്റെ വീട്ടിലിരുന്ന് വളരെ സ്നേഹത്തോടെ നമ്മളെ കൈക്കൊണ്ട് വളരെ സന്തോഷത്തോടെ ഇരുന്നു. വളരെ രീതിയിൽ എന്ത് ചെയ്തു, അവരിങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയായി. ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇറങ്ങി ഓടാനും പറ്റുന്നില്ല, ആഹാരം കഴിക്കാനും പറ്റുന്നില്ല. അവിടെ ഞാൻ പെട്ടുപോയൊരവസ്ഥയായിപ്പോയി. ഇവർ ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വിഷയങ്ങൾ. ഇവർ പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിക്കൊണ്ടാണ് വിഷയം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാനിതെല്ലാം കേട്ടിട്ട് എനിക്ക് അവിടെ നിന്ന് പോകാനും പറ്റുന്നില്ല. അന്ന് രാത്രി അവിടെ സുവിശേഷം പ്രസംഗിക്കുക എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ഒറ്റ കാര്യത്തോട് വാക്ക് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ ആദ്യം വേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിൽ നിങ്ങൾ സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ തലമുറകൾ അത് ഇമിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ തന്നെ അവർ പറഞ്ഞു, നിങ്ങളെ അവരെ ആരാധനയ്ക്ക് നിങ്ങളുടെ സ്വഭാവം കണ്ട് അവരെന്ത് ചെയ്യണം, നിങ്ങളുടെ രൂപാന്തരം കണ്ട് അവരെന്ത് ചെയ്യണം. നോക്കിയേ, ഭക്തിയോടുകൂടെ സഹോദരപ്രീതിയോടുകൂടെ സ്നേഹവും കൂട്ടിക്കൊണ്ട് വരണം. ഇപ്പൊ വാക്തത്വങ്ങൾ നമുക്കുണ്ട്. ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു വിശ്വാസം വരുന്നതാണ് ദിവ്യ സ്വഭാവം. പ്രാകൃത മനുഷ്യന് വിശ്വാസമില്ല. അവൻ പറയും, വേറെ പണിയൊന്നുമില്ലേ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി, വേറെ പണിയൊന്നുമില്ലേ ബ്രദർമാർക്ക് കൊണ്ടേ കാശ് കൊടുക്കാൻ വേണ്ടി, വേറെ പണിയൊന്നുമില്ലേ അവിടെ ഇവിടെ എല്ലാം പോയി ചണ്ടപ്പുറത്ത് പോലും പോലെ പ്രാർത്ഥനയ്ക്ക് വരും. ഇതൊക്കെ പ്രാകൃത മനുഷ്യനാ. എന്നാൽ ആത്മീയൻ പറയും, എനിക്കൊരു ബലമാണ്, കൂട്ടായ്മയെ ആചരിക്കുന്ന ഒരു ശക്തിയാണ്, ആരാധിക്കുന്നത് ഒരു ധൈര്യമാണ്, എൻ്റെ മനസ്സും ശരീരവും ഒക്കെ ബലപ്പെടുത്തുന്ന സ്ഥലമാണ് കൂട്ടായ്മ. ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. നോക്കിക്കേ, സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്നോട് വന്ന് ഒരു ദൈവദാസന്റെ കുറ്റം പറയുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് കേൾക്കത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നല്ലേ. ഇനി ഞാൻ എപ്പോഴും നിങ്ങൾ പറയാൻ തുടങ്ങിയ ബ്രദറെ നമുക്കത് ശരിയല്ലല്ലോ ബ്രദറെ എന്നോടും നിങ്ങൾ പറയണം. അങ്ങനെ ആയിരിക്കണം കേട്ടോ.
ഞാൻ മാക്സിമം ഒരു ദൈവദാസന്റെയും കുറ്റം പറയാൻ വേണ്ടി ശ്രമിക്കും. ഇനി അഥവാ ഞാൻ ഇനി അബദ്ധവശാൽ പറഞ്ഞു പോയാൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം ബ്രദറെ, നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ എളുപ്പമല്ലേ. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവോ? നമ്മളിൽ വർദ്ധിക്കും, ദിവ്യ സ്വഭാവം വർദ്ധിക്കും. ദിവ്യ സ്വഭാവം വർദ്ധിക്കുന്നത് പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കുന്നതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കുറയും. അവിടെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. യേശുവുമായിട്ടുള്ള ബന്ധം കുറയും. ഇവിടെ നിങ്ങൾ നോക്കി, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, അപ്പൊ ഇതെല്ലാം വർദ്ധിക്കുന്നതാണ്. വിശ്വാസം വർദ്ധിക്കുന്നതാണ്, സ്നേഹം വർദ്ധിക്കുന്നതാണ്, പ്രത്യാശ വർദ്ധിക്കുന്നതാണ്, നന്മ വർദ്ധിക്കുന്നതാണ്. ഇതെല്ലാം വർദ്ധിക്കുന്നതാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ വർദ്ധിക്കും. ചിലർ പറയാറുണ്ട്, ബ്രദറെ, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ജോലിയിൽ പ്രൊമോഷൻ വേണം. ഇത് തന്നെ ധാരാളം. വേണ്ട, നമുക്ക് വർദ്ധിക്കുന്നവരാ നമ്മള്. നമുക്ക് നല്ലൊരു ഭവനം കിട്ടി, അത് വർദ്ധിക്കണം. ഞാൻ ചിലരിങ്ങനെ കാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നല്ല വണ്ടി മേടിക്കണം. നല്ല വണ്ടി എന്തിനാ മേടിക്കുന്ന അറിയാവോ? നല്ല വണ്ടി മേടിച്ചിട്ട് നിങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യാൻ വേണ്ടിയല്ല, രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് പോകണം. അതിനാ വണ്ടി മേടിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, ബ്രദറെ എനിക്കൊരു വാഹനം വേണം. നമ്മുടെ ആഗ്രഹം അതായിരുന്നു. നല്ലൊരു വീട് മേടിച്ചാലോ, നല്ലൊരു വീട് എനിക്ക് തരണം കർത്താവ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടെന്ന് അറിയാവോ? വല്ലപ്പോഴും ദേവദാസന്മാർ ബ്രദർമാരൊക്കെ വന്നാലൊന്ന് താമസിക്കണം. വേണ്ട, അയൽവക്കത്തിലെയും നമ്മുടെ കൂട്ടുകാരികളെയും നാട്ടുകാരെയും എല്ലാം കൂടി വീട്ടിലൊരു പ്രാർത്ഥന വെക്കണം, മാസത്തിൽ ഒന്നെങ്കിലും. അതിന് നല്ലൊരു ഹോള് വേണം. ദൈവം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അപ്പൊ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് അനുരൂപരാകുന്നവനാണ്. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സകല പ്രയാസങ്ങളും ഏത് വിഷയമായിക്കോട്ടെ, ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും ശക്തനാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എപ്പോഴും നോക്കിയേ, അലറുന്ന സിംഹം എന്നതുപോലെ പത്രോസ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായത്തിൽ ആരെ വിഴുങ്ങേണ്ടത് നോക്കി നടക്കാം. നമ്മൾ അടുത്ത വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനെ ഉയർത്തുമല്ല, വീണ്ടും വീണ്ടും പറയുന്നത് ഭയപ്പെടാൻ വേണ്ടി അല്ല പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? പ്രാകൃത മനുഷ്യൻ എന്ത്? ഞാനിപ്പോൾ ഉദാഹരണം പറയാം. ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡീകനല്ല കേട്ടോ. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോഴേക്കും മദ്യപാനി, വെറിക്കൂത്തുകാരൻ, അതല്ല. അത് പ്രാകൃത മനുഷ്യനാണ്. ഇവിടെ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞേക്കുന്നത് ലോക മനുഷ്യൻ, അതായത് ബൈബിൾ വിശ്വസിക്കാത്തവൻ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ബൈബിൾ വിശ്വസിക്കാത്തവൻ എന്താ സാധാരണ ഞായറാഴ്ച ചെയ്യുന്നത്? ഒന്ന് പറ. ബൈബിൾ വിശ്വസിക്കാത്തവൻ ഞായറാഴ്ച എന്നാ ചെയ്യും? കിടന്നുറങ്ങും, പള്ളിയിൽ പോകില്ല, പള്ളിയിൽ പോകത്തില്ല. അവര് വല്ല കല്യാണം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ലോകപ്രകാരം നടക്കും. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ച് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ദിവസം അവധി കിട്ടി. ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ അവൻ്റെ പരിപാടിയൊക്കെ തീർക്കണം, അവൻ്റെ കാര്യങ്ങൾ നോക്കണം, അവന് മൊബൈലിൽ നോക്കണം, അവൻ യൂട്യൂബിൽ കയറണം, അവൻ അങ്ങനെ ഇരിക്കും. ഒരു ചടങ്ങിന് അവൻ പോകും. പക്ഷെ ഒരു ആത്മീയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെന്നറിയാവോ? അവിടെയാണ് ഈ എനർജി കിട്ടുന്നത്. നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും എന്തിനാ സൂം മീറ്റിംഗ് കയറുന്നത്? പ്രവചനം കേൾക്കാൻ വേണ്ടിയാണ്? അല്ല. ഈ വചനം നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വളർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ വചനം തിന്ന് വാക്ക് ഉപയോഗിച്ച് ശ്രമിക്കണം. ഭക്ഷിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പൗലോസ് പറഞ്ഞില്ല, വർദ്ധിക്കുക. നിങ്ങൾ അങ്ങോട്ട് വളരുകയാ. വളർന്നാലുള്ള ഗുണം എന്നറിയാം, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും, സ്നേഹം വർദ്ധിക്കും, ആത്മീയ ഫലങ്ങൾ വർദ്ധിക്കും. നിങ്ങൾ ഇന്നലെ വരെ ഭയപ്പെട്ട, ഞാൻ ചോദിച്ചോട്ടെ, ഈ കൂട്ടായ്മയിൽ വന്ന്, ഈ കൂട്ടായ്മ എന്ന് പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, കർത്താവ് നമുക്കെന്ന കൂട്ടായ്മയാണ് അങ്ങനെ പറയുന്നത്. ഈ കൂട്ടായ്മ വന്ന് വചനം കേട്ടിട്ട് ധൈര്യവും വിശ്വാസവും ബലവും ഒക്കെ, കർത്താവ് എന്നെ നിർത്തും എന്നൊക്കെ ഒരു ബലം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ധൈര്യം കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ വർദ്ധിപ്പിച്ചുള്ള ഗുണം എന്തുവാ? ഇവിടെ നിങ്ങൾ നോക്കി, ഇവ വർദ്ധിക്കുന്നുവെങ്കിലോ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവർ നിഷ്ഫലന്മാരും ആയിരിക്കത്തില്ല. ഇത് വർദ്ധിച്ചാൽ മരിച്ച വീട്ടിൽ പോയി ഇന്നലെ വരെ റീത്ത് വെച്ച നിങ്ങൾ ഇപ്പൊ പ്രാർത്ഥിക്കുന്നവരായി മാറും. ഇന്നലെ ഒരു സഹോദരി ടീച്ചർ സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലേ? ടീച്ചറിന്റെ കൂടെയുള്ള ടീച്ചറും കൂടെ പോയ സമയത്ത് ടീച്ചർ പറഞ്ഞു കാലിനോ ബാക്ക് പെയിൻ എന്തോ എന്ന് പറഞ്ഞു. സാക്ഷി ഓർക്കുന്നില്ല, സാക്ഷി ഞാനത് ഇടുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു വേദന എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എന്ത് പറഞ്ഞു? ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് എവിടുന്ന് കിട്ടി അറിവ്? കണ്ടോ?
ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമുക്കൊരു പെയിൻ കില്ലർ മേടിച്ചുകൊണ്ട് പോകാം, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആ ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ ഒരു സാക്ഷ്യം പറഞ്ഞേക്കണേ, എനിക്ക് ആ രോഗം മാറി. കണ്ടോ? ഇത് വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ഇന്നലെ വരെ വീട്ടിൽ കിടന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞ അടിയാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവാക്കാണെങ്കിൽ, ആത്മീയമായ വർധനവുണ്ടായതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഇനി വഴക്കുണ്ടായാലും വിശ്വാസി മിണ്ടാതിരിക്കും. ആദ്യം അടിക്കാൻ നിൽക്കുന്നത് വിശ്വാസിയായിരുന്നു ഇന്നലെ. ഇപ്പൊ അത് മാറ്റും ബ്രദറെ. ഇപ്പോഴും അങ്ങനെയൊക്കെ. അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് ആത്മീയ സ്വഭാവം വന്നിട്ടില്ല. അയ്യോ ബ്രദറെ, ഞാൻ അന്യഭാഷ പറയും, വചനം പറയും, എല്ലാം കേൾക്കും, പക്ഷെ ആത്മീയ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ വർധനവാണ്. അതാണ് യേശുവിന്റെ സ്വഭാവം. ഇത് വരുന്നില്ല എങ്കിൽ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങോട്ട് നോക്കുന്ന പിശാച് ആരെയൊക്കെയോ എവിടെയൊക്കെയോ വിഴുങ്ങിയിട്ടുണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടവൻ. നിങ്ങളുടെ ജഡത്തെ അവൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് പുറത്തു വരാൻ ഒറ്റ വഴിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ശക്തിപ്പെടണം. ഇവിടെയാണ് ദിവ്യ സ്വഭാവം വർദ്ധിക്കുന്നത്. ഇന്ന് സമയം ഇച്ചിരി നീണ്ടുപോയാൽ ക്ഷമിക്കണം. നേരത്തെ പോകേണ്ടവർക്ക് ലെഫ്റ്റ് ആകാം, കുഴപ്പമൊന്നുമില്ല. പിന്നീട് നിങ്ങൾ യൂട്യൂബിൽ കേട്ടാലും മതി. ചിലപ്പോൾ ഇച്ചിരി നീണ്ടുപോവേ. ഉറക്കം വരുന്നവർ, നാളെ ഡ്യൂട്ടിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റ് ചെയ്തോ, പിന്നെ കേട്ടാലും മതി. എനിക്കറിയാം നിങ്ങൾ സമയത്തിന് വിലയുള്ളതാണ്. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇപ്പം നമ്മുടെ ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തുണ്ടാകുന്ന മാറ്റമാണ്. യേശുവിലേക്ക് വന്ന സമയത്ത് ഇന്ന് വന്നതിന് ശേഷവും നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ല. പക്ഷെ അന്യഭാഷയുണ്ട്, വചനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കൊരു മാറ്റമില്ല ബ്രദറെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അകത്തുണ്ടാകുന്നില്ല മാറ്റം. ഈ അകത്തുണ്ടാകുന്ന മാറ്റമാണ് പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു ഏതൊരു സഹോദരൻ ഇങ്ങനെ പറയാനിടയാ, എന്തോ ഒരു കാര്യം വന്നു, പിന്നെ പറയാം. ആമേൻ. നിങ്ങൾക്ക് വർദ്ധിക്കുന്നുവെങ്കിൽ, അപ്പോൾ വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ രൂപാന്തരം ഉണ്ടാകും? ഒന്ന്, ആ വ്യക്തിയിൽ സ്നേഹം വർദ്ധിക്കും, ക്ഷമ വർദ്ധിക്കും. ആത്മീയവിന്റെ ഫലങ്ങൾ നോക്കിയ സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, ദീർഘക്ഷമ, ഇന്ദ്രിയ ജയം, ഇതൊക്കെ സ്നേഹത്തിന്റെ ഫലമാണ്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഇവയൊക്കെ ജാരശങ്ക, ഇവയൊക്കെയും ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ഭയങ്കര ദേഷ്യം വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂട്ടായ്മ ആവശ്യമാണ്. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യം കയറി കൂടിയൊരു സംഭവം എന്നറിയാവോ? അവസരം ദൈവം തരുന്നതാണ്. പണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിക്കണം. ഇപ്പോഴൊന്നും അല്ല, 2000 കുറേ വർഷം മുമ്പ്, 2008 അപ്പം എൻ്റെ ഉള്ളിൽ ഒരു അവസരം എൻ്റെ മുമ്പിൽ വന്നു. എന്നോട് പറഞ്ഞു, ബ്രദറെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വരാവോ? എന്നോട് ഇങ്ങനെ ചോദിച്ചു. അവിടെ ഒരു കൂട്ടായ്മയിലാണ്. എന്നോട് ഇങ്ങനെ ഒരു വാക്ക് അവർ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ അത് പറയുന്നത് തെറ്റാണ്, ക്ഷമിക്കണം. എന്നോട് പറഞ്ഞു, ബ്രദറെ 1,00,000 രൂപ അവർ തരും. അത് കേട്ടപ്പം അന്നത്തെ കാലത്ത് കാറിന് പഞ്ചറൊട്ടിക്കാൻ പോലും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നടക്കുന്നൊരു കാലഘട്ടമാണ്. 1,00,000 രൂപ തരും. വയനാട്ടിലൊരു പ്രയറാണ്. അപ്പം എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നി, 1,00,000 രൂപ കൊള്ളാം എന്നെൻ്റെ ഉള്ളിലേക്ക് വന്നു. സുവിശേഷം നമുക്ക് പറയാൻ അറിയാലോ, ദൈവകൃപയാൽ. എന്നാ കുഴപ്പം? ഞാൻ അവിടെ ഇത് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു നോ എന്നൊരു വാക്ക് പറഞ്ഞു. ആലോചിച്ച് നോക്കി, അത് കിട്ടിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നിന്ന് ഓടിക്കായിരുന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം തരുന്ന നന്മ ലോകം തരുന്ന പോലെയല്ല, ദൈവമാണ് അവസരം തരുന്നത്. അന്ന് ഞാൻ പഠിച്ച കേട്ടോ. ഇന്ന് എറണാകുളത്തും കൊല്ലത്തും കോട്ടയത്തും ഒക്കെ വന്ന് നിന്ന സമയത്ത് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, എനിക്കത് വലുതായിട്ട് തോന്നിയില്ല. വലിയ ദൈവം മാനിച്ചൊരു പദവിയാണ്. പക്ഷെ എനിക്കൊരു കാര്യം, ദൈവം തരാത്ത ഒന്നിലും നമ്മൾ കയറി ചെല്ലരുത് കേട്ടോ. ഒരു പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ ദൈവം തന്നാന്ന് വിചാരിക്കണം. പാട്ട് പാടാൻ ഒരു അവസരം കിട്ടിയാൽ ദൈവം തന്നതാണ്. കസേര ഇടാൻ അവസരം കിട്ടിയാൽ ദൈവം തന്നതാണ്. ദൈവം തന്ന അവസരങ്ങളിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തില്ല എങ്കിൽ കുരുക്കുകൾ വന്ന് വീഴും. ഞാനത് പിന്നീട് ഒരിക്കൽ പറയാവേ. കുരുക്കി പോയി ചാടി ഒത്തിരി പേരെ എനിക്കറിയാം. ദൈവം കൊടുത്ത അവസരമാണെന്ന് വിചാരിച്ച് എല്ലാത്തിനും കയറി കൈവച്ചു, അവസാനം വലിയ കുരുക്കി പോയി ചാടിയവരെ എനിക്കറിയാം. ഇവിടെ ശ്രദ്ധിച്ചോണേ. അപ്പൊ ആത്മീക വർധനവ് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യണം? അതിമഹത്തായ വാട്ട് നമുക്ക് വെച്ചിരിക്കുന്നു. ഞാൻ എപ്പോഴും, നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത നന്മകൾ ദൈവം വെച്ചിട്ടുണ്ട്.
ഞാൻ നിങ്ങൾ ഈ ചിന്തിക്കുന്ന, ഞാൻ ചോദിച്ചോട്ടെ, ഈ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല ഇങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന്. അങ്ങനെ മാറ്റം ഉണ്ടായ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ അതായത് പ്രതീക്ഷിച്ചൊന്നുമല്ല, ഇത്രയും മാറ്റം എനിക്ക് ഉണ്ടാകുമെന്ന്. ഉണ്ട്. ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഞാൻ പറയും ഇതെല്ലാം ചെറുതാ. ഇന്ന് നിങ്ങൾ അനുഭവിച്ചതൊക്കെ ചെറുതാ, ഇനിയും വലുത് വരാൻ കിടക്കുക. അതിമഹത്തായ വാഗ്ദത്തങ്ങൾ, അതിമഹത്തായ നാട്ടിലും വീട്ടിലും രാജ്യത്തും പട്ടണത്തിലും ഒക്കെ മാനിക്കുന്ന തലങ്ങളുണ്ട്. പക്ഷെ ദിവ്യ സ്വഭാവം പ്രധാനപ്പെട്ടതാണ്. ഇവ നിങ്ങളിൽ വർദ്ധിച്ചില്ല എങ്കിൽ അവിടെ സ്റ്റക്ക്. അതുകൊണ്ടാണ് പല വിശ്വാസികളും തകർന്നു പോയതിന്റെ പിന്നിലെ കാരണം, അവർ ഒതുങ്ങിപ്പോയതിന്റെ കാരണം, അവരെല്ലാം അവസാനിപ്പിച്ചതിന്റെ കാരണം ഇത് വർദ്ധിക്കാത്തത് കൊണ്ടാണ്. ഡിവൈൻ നേച്ചർ അത് വർദ്ധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വിചാരിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനം. അപ്പം ഞായറാഴ്ചയാകുമ്പം ലോക മനുഷ്യൻ മദ്യപിക്കുകയും വെറുക്കൂത്തിലും അവൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അവൻ്റെതായ രീതിയിൽ കുക്കറി ക്ലാസ്സിലും ഒക്കെ അവൻ പോകുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരാധനയ്ക്ക് പോകണം. അവിടെ പോയിരുന്ന് ഉറക്കം തൂങ്ങരുത്. ബ്രദറെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, അവിടെ ഇരുന്നുണ്ട്, കുറച്ച് ഇരുന്ന് ഉറക്കം തൂങ്ങി ഫേസ്ബുക്കിലും നോക്കി യൂട്യൂബിലും നോക്കി ഇരുന്നിട്ട് വീട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയാം, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച, ഭയങ്കര വലിയ പ്രശ്നം അല്ല. ആരാധനയ്ക്ക് നല്ലപോലെ ആത്മാവിൽ ആരാധിക്കുന്നിടത്ത് പോകണം. ഉറക്കം തൂങ്ങി പാടുന്നിടത്തല്ല പോകേണ്ടത്. നന്നായിട്ട് പാടി ദൈവത്തെ. ഏത് പാട്ടാ പാടുന്നത്? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്നുള്ള പാട്ടല്ല. കർത്താവിലുള്ള വിശ്വാസവും ഉറപ്പും താഴം തരുന്ന പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ പോയി എല്ലാം മറന്ന് ആരാധിച്ച് ആ ബലപ്പെടുന്ന വചനമൊക്കെ കേട്ടിട്ട് വീട്ടിൽ ഉച്ചയ്ക്ക് വന്നിട്ട് നല്ല ഇറച്ചിയും കൂട്ടി ആഹാരം കഴിക്കും, എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങ്. ബൈബിളിൽ പറഞ്ഞു, ദൈവത്തിന്റെ ഭക്തന്മാർക്കോ അവൻ ഉറക്കത്തിൽ തരുമെന്നാ പറയുന്നത് നന്മകൾ. കണ്ടോ? പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. ആരാധനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ലോക മനുഷ്യൻ, ഞാൻ പറയാം, ആത്മീയൻ ചാർജ് ചെയ്യുന്ന സ്ഥലമാണ് കൂട്ടായ്മ. നിങ്ങളിപ്പോ ഈ സൂമിൽ വന്നിരിക്കുന്നത് ചാർജ് ആകാൻ വേണ്ടി അല്ലേ? നിങ്ങൾ തകർന്നിരിക്കുവല്ലേ, തളർന്നിരിക്കുവല്ലേ? ഈ വചനം കേൾക്കുമ്പോൾ ചാർജ് ആകുന്നത് കൊണ്ടോ? ഞാൻ പലപ്പോഴും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക. ഞാൻ വചനം പറഞ്ഞ് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ചാർജ് ആകുക. നിങ്ങളിപ്പോൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ പ്രിയരെ ഞാൻ ബലപ്പെടുക. യേശുവിനെ നാളെയും കൂടെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു ബലം കിട്ടുക. നിങ്ങളോടൊരു പ്രവചനം പറയുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ നിവൃത്തി വരുമ്പോഴേക്ക് പിന്നെയും പ്രവചിക്കുവാൻ എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരികയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? കർത്താവിൽ നിങ്ങളൊന്ന് വർദ്ധിക്കണം. എനിക്കറിയാം നിങ്ങൾ ക്ഷമ വളരെ പ്രധാനപ്പെട്ട. ഇന്ന് ചില കാര്യങ്ങളെ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചില പ്രേരണ തരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ 5 മണിക്കുള്ളിൽ, 5 മണി എന്നാണ് ഇവിടുത്തെ സമയമായിട്ട്, 9:30-ക്കുള്ളിൽ ഇത് മൊത്തം തീർക്കുന്ന കർത്താവ് ഇന്ന് ആരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ എവിടെയൊക്കെയോ നമുക്ക് തിരുത്തലുകൾ ആവശ്യമാണ് കേട്ടോ. ബലം ആവശ്യം. തിരുത്തൽ എന്നുള്ള വാക്ക് ഞാൻ തിരുത്തുവാണ്. ശക്തി ആവശ്യമാണ്. സ്പിരിച്വൽ ഗ്രോത്ത്. നിങ്ങൾക്ക് വർധനവ് വേണം. നമ്മൾ എവിടെയൊക്കെയോ സ്റ്റക്കായി നിൽക്കുക, എവിടെയൊക്കെയോ തളർന്നിരിക്കുക, എവിടെയൊക്കെയോ മടുത്തിരിക്കുക, എവിടെയൊക്കെയോ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുക. അവിടെ നിന്നൊക്കെ നമ്മൾ കയറി വന്നേ പറ്റത്തുള്ളൂ. ആത്മീയ ആരാധനയിൽ ബലപ്പെടണം, കർത്താവിൻ്റെ വചനത്തിൽ ശക്തിപ്പെടണം, യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ചിലപ്പം നിങ്ങളിപ്പം കൂടാൻ 2 പേരെ കാണത്തുള്ളതായിരിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി. മതിയെന്ന് ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ നമ്മുടെ ഞാലിയാകുഴി ലാസ്റ്റ് നമ്മൾ പ്രാർത്ഥന വെച്ച ആ ഒരു കോട്ടയത്ത് ഞാലിയാകുഴി പ്രാർത്ഥന വെച്ച ആ ഹോള്, എനിക്ക് തോന്നുന്ന ഞാലിയാകുഴിക്കാർ കേൾക്കുന്നുണ്ടല്ലേ, നമ്മൾ ആ ഹോളിൽ എത്ര വാടക കൊടുത്തു? 130 രൂപയോ, അല്ലെങ്കിൽ കോട്ടയത്ത് വെച്ച ലാസ്റ്റ് ഹോളിൻ്റെ വാടക 130, എനിക്ക് തോന്നുന്നു 120, 200 ഉണ്ട് അതിൻ്റെ വാടക. എനിക്ക് തോന്നുന്നു 2 കോട്ടയത്തെ ഹോളും അവിടുത്തെ ഹോളും. എത്ര വർഷം മുമ്പുള്ള ഞാൻ പറഞ്ഞറിയോ? 1964 കാര്യമല്ല ഞാനീ പറയുന്നത്, 2019 കാര്യം പറഞ്ഞു. 2019 250 ഹോൾ എന്ന് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾ ചുമ്മാ ചിന്തിച്ച്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് വെച്ച ഹോളിൻ്റെയും കൊല്ലത്ത് വെച്ച ഹോളിൻ്റെ റെന്റ് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ അകത്ത് ആ 2 ഹോളിൻ്റെയും റെന്റ് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? എത്രയാന്നുള്ളത്? ഞാൻ കറക്റ്റ് റേറ്റ് മറന്നുപോയി. 40,000. ഗീതാ സ്റ്റോർ കൊല്ലത്ത് 48,500. 48,500. എറണാകുളത്ത് എത്രയായിരുന്നു? ഓർമ്മയില്ലേ? എറണാകുളത്ത് 50 ആയിരുന്നെന്ന് പറഞ്ഞു ബ്രദറെ. 40. 40 ആയിരുന്നു.
ഞാൻ കറക്റ്റ് റേറ്റ് ഓർക്കാഞ്ഞിട്ട്, ഏകദേശമല്ല കറക്റ്റ്, കാരണം വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് റെന്റ് മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, കൊല്ലത്ത് നമുക്ക് 48,500 നാളെ നിങ്ങൾ ബ്രദർ പിരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അന്ന് 150, 140, 160 പറഞ്ഞിട്ട് ഞാൻ ബാർഗെയിൻ ചെയ്തു. അവിടുത്തെ ആ ഒരു കോട്ടയത്തെ ആ ഓഡിറ്റോറിയത്തിന്റെ ആ ഹോളിന്റെ, ഓഡിറ്റോറിയം എന്ന് പറയാൻ പറ്റത്തില്ല, ട്യൂഷൻ സെന്റർ ആയിരുന്നു. ആ കഞ്ഞിക്കുഴി ടൗണിന്റെ നടുക്ക് ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്, ഏറ്റവും മുകളിൽ ഒരു പച്ച നെറ്റൊക്കെ വരിച്ചു വെച്ചുകൊണ്ട്. തൊട്ട് പുറകിൽ മജിസ്ട്രേറ്റ് ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് പുള്ളിയുണ്ട്, കാല് പിടിച്ചിട്ട് പറഞ്ഞു, കാല് പിടിച്ചെന്ന് പുള്ളിയോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ കാറി കൂകി പ്രാർത്ഥിക്കല്ലേ എന്ന് പറഞ്ഞു. കാര്യം ഓപ്പൺ എയർ ആണ്, വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട് പറഞ്ഞു. ഞാൻ കാറി കൂകാരിക്കാൻ വേണ്ടി പിന്നെ എന്തെല്ലാം പാടുണ്ടെന്നറിയോ? അപ്പം ഞാനിത് പറയാൻ കാരണം, നമ്മൾ അല്പമേ ഉള്ളൂ ബ്രദറെ, ഞങ്ങൾ രണ്ടുപേരെ കൂടുന്നുള്ളൂ, മതിയെന്നേ. ഇന്ന് ഈ 130 രൂപ റെന്റ് കൊടുക്കേണ്ട, അതിൻ്റെ അകത്തും ചോദിച്ചോണ്ട് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അവസാനം എന്നെ കൊണ്ടുപോയ ബ്രദറെ ഇനി ഒന്നും അവിടെ ബാർഗെയിൻ ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയ ദേവദാസൻ പറഞ്ഞു, ഇനി ഒന്നും ചോദിക്കരുത്, നാണക്കേടാന്ന് പറഞ്ഞു. അന്ന് ആ സ്ഥാനത്ത് ദൈവം നമ്മളെ മാനിച്ചു. ഇന്നിപ്പോൾ കേട്ടതുപോലെ കൊല്ലത്തും എൻ്റെ കയ്യിലെ കാശൊന്നും അല്ല ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ, ദൈവരാജ്യത്തിന്റെ കാശാ. നിങ്ങൾ കേട്ടല്ലോ, അവർ ഗിരാസിലൊക്കെ അത് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയത്. ഇത് റെന്റ് മാത്രമാണ് പറഞ്ഞേക്കുന്നത്, ബാക്കി വേറെയുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഒന്നാലോചിച്ച് നോക്കി, ഈ 48,000 എന്നുള്ള തുകയും 130 രൂപയുടെ റെന്റും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമല്ലേ, ആണോ അല്ലയോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറ. കണ്ടോ? ഇന്നും ഞാൻ 130 വെച്ചോണ്ടായിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം എന്നെ വ്യത്യാസം വന്നിട്ടില്ല. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ നിൽക്കുന്നതിൻ്റെ അകത്തോ എനിക്ക് ബ്രദർ പറഞ്ഞല്ലോ വലിയ ഹോൾ ഉണ്ടാകട്ടെ, ഈ അല്പത്തിൽ പിടിച്ചു നിൽക്ക്. ഇന്ന് ബ്രദർ എൻ്റെ വീട്ടിൽ ഭയങ്കര വിഷയമാണ്, ആരാധനയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവ് നിൽക്കുന്നത്, എനിക്ക് സത്യം പറഞ്ഞ മടുത്ത്. വേണ്ട, പിടിച്ചു നിൽക്ക്. കുറെ കഴിയുമ്പോൾ വർധനവുണ്ടാവും. ആ വർധനവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് രാമേൻ പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവിടെ നിൽക്കുന്ന ഏത് മല പോലെയുള്ള വിഷയമാണെങ്കിലും അവിടെ നിന്ന് കുലുങ്ങി മാറി ചാടിപ്പോയിരിക്കും. ഇന്ന് നിങ്ങൾ എങ്ങനെയാണ്? അതാണ് പൗലോസ് ലീഗ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൂട്ടായ്മയിലാണ്. ദിവ്യ സ്വഭാവം, ഡിവൈൻ നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഞാൻ ഈ ഗൂഗിൾ മീറ്റ് നമ്മൾ പ്രാർത്ഥന നടത്തിയ സമയത്ത് ഇതൊരു ദൈവദാസ് എന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹം ഒരു വിശ്വാസിയായ മനുഷ്യനാണ്. അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, പിശാചിന്റെ പുതിയ തന്ത്രമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഗൂഗിൾ മീറ്റ് ആരംഭിച്ച മെസ്സേജ് ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ഇങ്ങനെ മെസ്സേജ്, സഹോദര മതഭ്രാന്തനാകരുത്. ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു, മതഭ്രാന്ത് നമുക്കിൽ ഉണ്ടാകരുത്, നമ്മളൊരു മതഭ്രാന്തനാകരുത്. മതഭ്രാന്ത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന മതത്തിലേക്ക് ആൾക്കാർ ചേർക്കില്ല, യേശു ക്രിസ്തു എന്ന സ്നേഹത്തിലേക്ക് വരിക. നിങ്ങളുടെ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നിങ്ങളുടെ മാറ്റം കണ്ട് യേശുവിലേക്ക് വരണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വീട്ടിൽ കിടന്ന് ആരെങ്കിലും യുദ്ധം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യണേ. കാര്യം നിങ്ങളുടെ അകത്ത് വലിയ അതിമഹത്തായ വാക്തത്വങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയൊക്കെ നല്ലതാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്നിൽ ഉണ്ടാകുന്നുണ്ട്. അതോ രക്ഷിക്കപ്പെട്ട സമയം മുതൽ ഇവിടം വരെ എനിക്ക് ബ്രദറെ വീട്ടിൽ വലിയ ഞാൻ നിങ്ങളുടെ മാറ്റമല്ല വെക്കുന്നത്, നിങ്ങളെപ്പറ്റി മറ്റൊരു പറയണം, നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ഭാര്യ പറയണം, മക്കള് പറയണം, ഓ എൻ്റെ ദൈവമേ ഇതങ്ങ് പോയാൽ മതി എന്ന് പറയുന്നതല്ല. എൻ്റെ ഭർത്താവിൻ്റെ മാറ്റം, എൻ്റെ ഭാര്യയുടെ മാറ്റം, എൻ്റെ തലമുറയുടെ മാറ്റം, ഇത് ഭയങ്കരമാണ്. അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല എങ്കിൽ എവിടെയൊക്കെയോ തകരാറുണ്ട് കേട്ടോ. നിങ്ങൾ ശക്തിപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ശക്തിപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. ഒരു വ്യക്തി ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തി കുടുംബത്തിൽ ഉണ്ടോ, ആ കുടുംബം മുഴുവൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. ചരിത്രമാണ്. ഉറപ്പായിട്ടും പറയും. ഇന്ന് നിങ്ങൾ ഈ വില കൊടുത്തിനും സൂമിൻ്റെ വെക്കുമ്പോഴേക്കും പിള്ളേരെ അമ്മച്ചിക്ക് വരെ പണി ഒന്നും കിടന്ന് ഉറങ്ങാൻ മേലെ. ഭർത്താവ് പറയത്തില്ല ഉറങ്ങേണ്ട സമയത്ത് ഈ സൂമിങ് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു കേട്ടോണേ, നാളെ നിങ്ങളുടെ ഭർത്താവും മക്കളും പറയാം അവൾ അന്ന് ഇരുന്നതാണ്, അല്ലെങ്കിൽ ആ വ്യക്തി അന്ന് ഇരുന്നതാണ്. ഞാൻ അവളെന്ന് പറഞ്ഞ് ക്ഷമിക്കണം കേട്ടോ, അന്ന് ഇരുന്നതാണ്. ഇന്ന് എൻ്റെ ജീവിതം മാറിയെന്ന് പറയുന്ന തലം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ തന്നെ സംഭവിക്കാൻ വേണ്ടി പോവാം. അവരറിയാൻ വേണ്ടി പോവാം. നിങ്ങളുടെ മാറ്റം കണ്ടിട്ട്, നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, ജീവിതമാണ് ഏറ്റവും വലിയ സാക്ഷ്യം.
അല്ലാതെ നിങ്ങൾ ബൈബിളും പിടിച്ചുകൊണ്ട് പലരും എന്നെ എപ്പോഴും പറയാം, ബ്രദറിനെ കാണുമ്പോൾ ഒരു ഉപദേശിയാണ് തോന്നാറില്ല. എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട്. ബ്രദറിനെ കണ്ടാൽ പറയത്തില്ല ഒരു പ്രാർത്ഥനക്കാരനാ ബ്രദറാണെന്നൊന്നും. ഞാൻ എപ്പോഴും പറയും, എന്നെ കണ്ടിട്ട് നിങ്ങൾ പറയണം, എന്നോടൊന്ന് സംസാരിക്കുക, എൻ്റെ കൂടെ ഒന്ന് വാ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു സാക്ഷ്യം നോക്ക്, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ പുറമേ ഞാനൊരു വിശ്വാസിയും കളിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ അകത്തുണ്ടാകുന്ന മാറ്റം മറ്റുള്ളവൻ പറയണം നിങ്ങളെപ്പറ്റി, ആ വ്യക്തി ഒരു അനുഗ്രഹമാണ്, ആ വ്യക്തി ഒരു അനുഗ്രഹമാണ്, ആ വ്യക്തിയോട് സംസാരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, ആ വ്യക്തിയോടൊന്ന് എന്താ പറയുന്നത്, ഒന്ന് മിണ്ടുന്നത് ഒരു അനുഗ്രഹമാണ്. അത് നിങ്ങളുടെ ക്വാളിറ്റിയാണ്. ഞാനൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ വലിയ നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ, വലിയ നന്മകളാൽ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവാ. യേശുവേ നന്ദി കർത്താവേ. അപ്പൊ ഇതൊന്നും മറക്കല്ലേ, ഈ ദിവസങ്ങളിൽ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂട്ടായ്മ വളരണോ, ആത്മീയമായി വളരണോ. ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല, ബ്രദറിനെ പറ്റിക്കാൻ എളുപ്പമാണ്. ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, വളർച്ച ആവശ്യമാണ്, ആരാധന വേണം. നല്ല എടുത്ത് ഞാൻ പറയുവാണെങ്കിൽ, വാണിങ്ങി പറയുവാണെങ്കിൽ നല്ല ആരാധന. അവിടെയും പോയി പെട്ടുപോകരുതേ. നല്ല ആരാധനയിൽ വിശ്വാസം വർദ്ധിക്കുന്നില്ലെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ആവുന്ന നല്ലത്. നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ കഴിഞ്ഞ ദിവസം അത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ വന്ന് നിങ്ങൾക്ക് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് എനിക്ക് കൊണ്ടുവന്ന ആഹാരം, നമുക്ക് മാത്രം നമ്മുടെ സഹോദരന്മാർക്കും എല്ലാം കൊണ്ടുവന്ന് ഹോംലി ഫുഡുകൾ പലതും കൊണ്ട് തന്നവരുണ്ടായിരുന്നു. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാര്യം ഏതെങ്കിലും പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ എൻ്റെ മനസ്സിങ്ങനെ പെട്ടെന്ന് വന്നു, ദൈവമേ അവരെ ഓർത്ത്. അപ്പം നീണ്ട 6-7 മാസത്തിന് ഇടയ്ക്ക് ഞാൻ ഓർത്ത് കേട്ടോ. എങ്കിലും ദൈവം അത് ഓർപ്പിച്ചു, അവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ. ഇന്ന് ആ വീട്ടിൽ നിന്നൊക്കെ അതും ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നവരുണ്ട്. ഞാൻ അതും എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഒരു നാട്ടുഭാഷ കേട്ടോ. ആഹാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നവരുണ്ട്. അവർ ആ സമയത്ത് എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് മാത്രമല്ല സഹോദരങ്ങൾക്ക് എല്ലാം ഒരു ആശ്വാസമായിരുന്നു. സ്നാക്സ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അന്ന് നിങ്ങളോടൊന്നും പറയാൻ പറ്റിയില്ല, ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ ദൈവം പറഞ്ഞു, ഇന്ന് അത് അവരോട് പറയണം. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാത്തതിൻ്റെ കാര്യം, ഒരു പേര് മിസ്സ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത് സങ്കടമായി തീരരുത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ കുടിക്കുവാൻ ഒരു വെള്ളം കൊടുത്താൽ, ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് വന്നതല്ലേ, നിങ്ങൾ എനിക്ക് യേശുവിൻ്റെ നാമത്തല്ല, ഞാനൊരു വഴിപോക്കനായിട്ട് തന്നതല്ല, അപരിചിതന് കൊടുത്തതല്ല, യേശുവിൻ്റെ നാമത്തിൽ വന്ന വ്യക്തിക്ക് അത് കൊടുത്തതുകൊണ്ട് കർത്താവെ ഞാൻ ആ വചനത്താൽ അവരെ അനുഗ്രഹിക്കുന്നപ്പ. അവരുടെ ജീവിതത്തിൽ വർധനവുണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നവരായി തീരട്ടെ. അവരുടെ കരങ്ങൾ ശൂന്യമാകത്തില്ല, അവരുടെ കലത്തിലെ അരി കുറയത്തില്ല, അവരുടെ സമ്പത്ത് കുറയത്തില്ല, അവരുടെ ജീവിതത്തിൽ ശൂന്യമായി പോകത്തില്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവർ ഇല്ലായ്മയിൽ നിന്നും കർത്താവ് അവർ കൊണ്ടുവന്നത്, അത് ഭക്ഷിച്ചപ്പോൾ, ഞങ്ങളുടെ ഉദരത്തിൽ ചെന്നപ്പോൾ അത് ഞങ്ങൾക്ക് ആ സമയത്തൊരു ബലമായിരുന്നല്ലോ അപ്പ. അവരുടെ മേൽ കർത്താവെ ആ ബലത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ. യേശുവെ വർധനമുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞാൻ ഓരോ വ്യക്തികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയുകയാണെ, ചെറുതായിട്ടുള്ള ചില പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റുന്നില്ല, ചെറിയ ചെറിയ ചില ജോലികൾ സ്വന്തമായിട്ടത് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് വലിയ വർധനവിനെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. അതിനൊരു അടയാളമായിട്ട് എന്തോ ചെയ്യുന്നൊരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സ്ഥലത്ത് ഞാൻ എല്ലാവരുടെയും മൈക്ക് ഇപ്പം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു വയലറ്റ് കളറിലെ എന്തോ ഒരു സംഭവം, തുണിയാണോ പേപ്പറാണോ എന്തൊരു ബ്രോഷറാണോ ഒന്നും എനിക്കറിയത്തില്ല, ഒരു വയലറ്റ് കളറ് സാധനം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ആ ഒരു ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഒരു കളറ് കർത്താവ് എന്നെ കാണിക്കുക. ഒന്നിലധികം വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു വർധനവിനെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. എന്നുള്ളത്തിൽ പരിശുദ്ധാത്മ ഭയങ്കര ഒരു ഭാരത്തോടെ ഇടപെട്ടുകൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ ഒന്ന് ബലപ്പെടണം കേട്ടോ. ലോകത്തിൽ എന്തോ സംഭവിക്കാൻ വേണ്ടി പോവുക. ആരാധിക്കുന്നവന് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ ലോകത്തിൽ വരാൻ വേണ്ടി പോവുക. പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറയും. എൻ്റെ മനസ്സിൽ ഇത് ഇവിടെ ഇരിക്കുന്ന സമയം വരെ എനിക്കില്ലാത്തൊരു ഭാരം ഇപ്പം എൻ്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കർത്താവ് ഈ ദിവസങ്ങളിൽ പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയിൽ ബലപ്പെടുപോയി, അല്ലെങ്കിൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കരുതേ. അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും വരുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ആരാധനയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾ പോയി ബലപ്പെട്ടേ പറ്റത്തുള്ളൂ. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇത് ചെറുത് നിങ്ങളൊരു വെറും വാക്കായിട്ട് ഇതിനെ കളയരുത്. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ബലപ്പെട്ടേ പറ്റത്തുള്ളൂ, കൂട്ടായ്മ ആചരിച്ചേ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ, യേശു കർത്താവ് ഇന്ന് വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ.
നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പാ. നന്മയായി തീരുന്നല്ലോ, നന്മയായി മാറുന്നല്ലോ അപ്പാ. വലിയ മഹത്വം ഇന്ന് അങ്ങ് വെളിപ്പെടുന്നല്ലപ്പാ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പാ, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പാ. ഇന്ന് ഓരോരുത്തരെയും ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. എൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ഒരു വാക്കിങ്ങനെ പറയാ, പുറത്തു പോയിട്ട് വന്നിട്ട് കറുത്ത കളറിലൊരു ഡ്രസ്സ് ഇട്ടിരിക്കുക, ആ ഡ്രസ്സ് ഇതുവരെയായിട്ടും ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ തിരിച്ചു വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടില്ല, ഭവനത്തിൽ തന്നെ ഇരിക്കുവാണ്. എന്നാൽ ആ വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, ഇങ്ങനൊരു വാക്കുകൊണ്ട് പറയുകയാണ്, ഓടിത്തളർന്ന സ്ഥലത്ത് ദൈവം മാനിക്കാൻ വേണ്ടി പോവാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ ഇടപെടിയിൽ അവിടെ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം എന്നെ കാണിക്കുക. ഈ ജോണിയുടെ ഭാര്യയുടെ പേര് ആലീസ് എന്ന. ഇന്ന് കർത്താവ് ഇന്ന് ആ കുടുംബത്തെ ദൈവം തൊടുക. അവിടെ ആൺ തലമുറയുടെ മേൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന സകല പിശാചിന്റെ പ്രവൃത്തികളും ഇപ്പോൾ തന്നെ ആ കുടുംബം വിട്ട് മാറുകയാണ്. ദൈവ പ്രവൃത്തി വെളിപ്പെടുവാണെന്ന് സൂമിലോ ലൈവിലോ ഇന്ന് ആ ഭവനം എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തു. ദൈവം വലിയ അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗത്തിലെ ദൈവം വഴി തുറക്കാൻ വേണ്ടി പോവും. നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന, ഇന്നലെ നമ്മളെ കുഞ്ഞിൻ്റെ സാക്ഷ്യം കേട്ടു. അവൻ 9 വയസ്സുള്ളപ്പോൾ മുതൽ 6 വയസ്സാണോ 9 വയസ്സ് എനിക്കറിയത്തില്ല, കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നലെ നമ്മൾ കേട്ടു 13-12 വയസ്സിൽ ഇന്ന് ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരുന്നാൽ പോലും കണ്ണാടിയുടെ സഹായമില്ലാതെ വ്യക്തമായി കണ്ട സാക്ഷ്യം നമ്മൾ കേട്ടു. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഒത്തിരി സാക്ഷ്യം നമ്മൾ കേട്ടു. എനിക്കത് എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചത് ആ കൊച്ചിൻ്റെ സാക്ഷ്യമാണ്. അവന് ചെറിയ പ്രായമേ ഉള്ളൂ, നമ്മളെക്കാളുമൊക്കെ ഏറ്റവും ചെറുത്, എങ്കിൽ പോലും അവനെ കേട്ട വചനത്തെ ഏറ്റെടുത്തു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയോ അവസരമുണ്ട്. ആ കുഞ്ഞിനേക്കാൾ നമുക്ക് ലോക പരിചയമുണ്ടല്ലോ, അവനേക്കാൾ വളർച്ച നമുക്കുണ്ടല്ലോ. എന്തുകൊണ്ട് നമുക്ക് ഏറ്റെടുത്തുകൂടാ? യേശുവേ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഒരു വ്യക്തി കർത്താവ് എന്നെ കാണിക്കുന്നത് ഈ ആലപ്പുഴയുടെ ആലപ്പുഴ, എനിക്ക് എക്സാക്റ്റ് ആലപ്പുഴയുടെ എനിക്ക് അറിയത്തില്ല, എന്നാൽ അതിൻ്റെ അടുത്തൊരു സ്ഥലമാണ്. അവിടെ വെച്ച് നിങ്ങൾക്കൊരു സാമ്പത്തിക കുരുക്കുണ്ടായിട്ട്, അതായത് എന്തോ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾക്ക് കോട്ടയത്തോട്ട് പോകുന്ന വഴി, കോട്ടയവുമായിട്ട് ബന്ധപ്പെട്ട് ആ റൂട്ടാണ് ഞാൻ കാണുന്നത്, അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മാറേണ്ടി വന്നു. ഒത്തിരി നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഇപ്പോഴും തലകുനിക്കപ്പെട്ടൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ദൈവം നിങ്ങളെ മാനിക്കാൻ വേണ്ടി പോകാവുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഓ യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വത്തെ അങ്ങ് ചെയ്യുന്നില്ല. ബുദ്ധിമണ്ഡലങ്ങളെ ഞങ്ങൾ അഫലമാക്കുന്നപ്പാ. ആത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണേ യേശുവേ. ആത്മാവിൻ്റെ പ്രകാശനം ഞങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കണേ യേശുവേ. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണേ അപ്പാ. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും ആരായുവാൻ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണേ അപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തികൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തെ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പൂ വെച്ചിരിക്കുന്ന ഒരു ഭവനം കാണുന്നു. ഞാനത് കാണുമ്പോൾ തന്നെ, അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫ്ലവർ വേസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ജമന്തിപ്പൂ പോലെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ എതിളുകൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരു, പക്ഷേ അതിൻ്റെ കളറ് മഞ്ഞയല്ല, റോസ് കളറിലെ ഒരു ചെടി, ഒരു ഇതാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു ഇതളാണ് ഞാൻ കാണുന്നത്. പ്ലാസ്റ്റിക്കാണ്. ഞാൻ ആ കുടുംബത്തിൽ കർത്താവ് ഇന്ന് അവിടെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഈ മാലയിൽ നമ്മൾ ഈ നീണ്ടിരിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ഷേപ്പിൽ എന്തോ ഒരു ലോക്കറ്റ്, അതായത് നേരെ താഴോട്ടല്ല, ചെരിഞ്ഞ്, മീൻസ്
എന്താ പറയുന്നത്, നമ്മളൊരു വര വരച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ലോക്കറ്റ് വെച്ചിട്ടുള്ള ഒരു മാല ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാ പറയുക, ബിന്ദുവിനെ ഞാൻ ആ കുടുംബത്തിലേക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ വാർത്തയുമായി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഭവനത്തിലേക്ക് അയക്കുമെന്ന് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നവ നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. സകല വിഷയങ്ങളും ഇപ്പോൾ തുറക്കട്ടെ. ജോലി മേഖലയ്ക്കകത്ത് കർത്താവെ കുരുക്കുകൾ കൊണ്ടുവിട്ടിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരു ജോലി സ്ഥലത്ത് പകയോടെ പെരുമാറുന്ന ഒന്നിലധികം വ്യക്തികളുടെ ജീവിതത്തെ കർത്താവ് ഇന്ന് തൊടുക. പകയോടെ പെരുമാറും, നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളോട് പകയോടെ പെരുമാറുന്ന ആ പെരുമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ചിലർ മാനസാന്തരപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമാവും. ദൈവം ചിലരെ അവിടുന്ന് മാറ്റാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഇന്ന് അവിടെ ചെല്ലുന്നല്ലോ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അങ്ങ് അയക്കുന്നല്ലോ. ഞാനൊരു വ്യക്തിയുടെ ഭവനത്തെ ഒരു ബാഗിനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു ജുവലറിയുടെ ഈ നമ്മളിങ്ങനെ ഈ മോതിരവും കമ്മലും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഡപ്പി, ഇങ്ങനെ ഒരു അടപ്പുണ്ടല്ലോ, അടപ്പല്ല, ഒരു ചെറിയ ബോക്സ് ജുവലറിയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഈ ചതുരപ്പെട്ടി അല്ല ഇത്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിക്കുന്ന ഒരു 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 ബോക്സാണ്. അതിൻ്റെ അകത്ത് ഞാൻ അതിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ കമ്മലും ഒരു മോതിരവും പിന്നെ മറ്റെന്തോ ഒരു ചെയിനും കൂടെ വെച്ച് ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുമായിരുന്നു. ആ വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇടയ്ക്കതെടുത്ത് അലമാരി വെക്കും, പിന്നെ എടുത്ത് ബാഗിൽ വെക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന അറിയത്തില്ല. പക്ഷെ ദേഹത്തോട്ട് അത് ഇടുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒരു അടയാളമായിട്ട് ആ വ്യക്തിയെ കർത്താവ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ എൻ്റെ കർത്താവിനുള്ളത്തിൽ പറയുക, ആ വ്യക്തിയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട പെൺ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. നന്മ തുറക്കട്ടെ, നന്മ തുറക്കട്ടെ, നന്മ തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. ഈ വീടിൻ്റെ അകത്ത് ഞാനൊരു ബ്രോഷറോ മറ്റോ കാണുക, ചാണ്ടീസ് എന്ന് എഴുതിയേക്കുന്ന, ചാണ്ടീസ് എന്ന് എഴുതിയേക്കുന്ന എന്തോ ഒന്നിൻ്റെ ഒരു പരസ്യമോ മറ്റോ എന്തോ കാര്യം, ചാണ്ടീസ് എന്ന് എഴുതിയേക്കുന്നതാണ്. അങ്ങനെ ഒരു ബ്രോഷറോ മറ്റോ പേരോ ഒരു വീടിൻ്റെ അകത്ത് ഞാൻ കാണുവാണ്. ഇന്ന് ആ വീടുമായിട്ട് അങ്ങനെ കിടക്കുന്നതെന്ന് അന്വേഷിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിനോട് പറയുന്ന ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ചാണ്ടീസ് എന്തോ എഴുതിയേക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവികമായൊരു പ്ലാനിനെ ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ ആരാണോ, കർത്താവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണം. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ ആലോചന ഏറ്റെടുത്താട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങ് സൈന്യങ്ങളുടെ യഹോവയാണല്ലോപ്പാ, അങ്ങ് വാക്ക് മാറാത്ത ദൈവമാണല്ലോപ്പാ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണുന്ന ഒരു വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ഒരു കുറച്ച് മുമ്പോട്ട് മാറി ഇടതുവശത്തായിട്ട് ഒരു കുളം ഞാൻ കാണുന്നത്, ഒരു കുളമാണ് കാണുന്നത്. അങ്ങനെ ഒരു വീടും കുളവുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പലരാലും പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒത്തിരി പലരെയും വിശ്വസിച്ചു, പക്ഷെ വിശ്വസിച്ച പലരും അവരുടെ ജീവിതത്തിൽ ഒത്തിരി മുറിവേൽപ്പിച്ചൊരു വ്യക്തിയാണ്. ഇന്ന് കർത്താവിനോട് പറയുന്നു, ദൈവം മാനിക്കാൻ വേണ്ടി പോവാ, മാനിക്കാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവനോട് പറയുന്നു, ജിനോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ, ജിനോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഇന്ന് അയക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവേ നന്ദി കർത്താവേ, സാക്ഷ്യമായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവികമായ നന്മകളുടെ ഉറവിടമായി സ്വർഗം മാറ്റട്ടെ. കർത്താവെ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. നിരോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ഇപ്പം മുതൽ പറഞ്ഞ, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു,
കർത്താവിൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. എൻ്റെ വേദനകളെ യേശു ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഞാൻ വേദന അനുഭവിക്കുകയില്ല, ഞാൻ രോഗം അനുഭവിക്കുകയില്ല, ഞാൻ ദാരിദ്ര്യം അനുഭവിക്കത്തില്ല, ഞാൻ നിന്ന അനുഭവിക്കത്തില്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ എൻ്റെ ദൈവത്താൽ സാക്ഷ്യമായി മാറും. ദൈവത്താൽ ഞാൻ അനുഗ്രഹമായി തീരും. എൻ്റെ ദൈവത്താൽ ഞാൻ മാനിക്കപ്പെടും. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ തോബിയാസ് എന്ന് പറയുന്ന വ്യക്തി, തോബിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോവുക. അവരുടെ അവസ്ഥകളെ ദൈവം മാറ്റാൻ വേണ്ടി പോവുക. ഇപ്പോൾ രോഗികളായി പറഞ്ഞിരിക്കുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച്, എന്നിട്ട് ആ വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് കൈ എടുക്കുമ്പോൾ ആ വേദന അവിടെ ഇല്ല, ആ രോഗം അവിടെ ഇല്ല, ആ മോഴ അവിടെ ഇല്ല, ആ പ്രയാസം അവിടെ ഇല്ല. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അകത്തും പുറത്തുമായിട്ടുള്ള സകല രോഗങ്ങളെയും പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അദാരിദ്ര്യം വിട്ടുമാറട്ടെ, ഞെരുക്കങ്ങൾ വിട്ടുമാറട്ടെ, പ്രയാസങ്ങൾ വിട്ടുമാറട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നന്മയായി തീരട്ടെ. തലമുറകളുടെ ഭാവി തുറക്കട്ടെ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ നന്മയായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ആർ എന്ന് പറയുന്ന ഒരു അക്ഷരത്തിൽ, ആർ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണ്. ചെന്നൈയിലാണ് ആ കമ്പനി, ചെന്നൈയിലുള്ളൊരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മകൻ വർക്ക് ചെയ്യുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, അവനെ ദൈവം രാജ്യങ്ങളുടെ നന്മ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. കാനഡയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയെ ദൈവം തുറക്കും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശകൾ നശിക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതികളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പ അങ്ങയുടെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വീടിൻ്റെ പുറകുവശത്തായിട്ട്, അത് വീടിൻ്റെ അടുക്കളയിലോട്ട് ഇറങ്ങിയാൽ വലതുവശത്തായിട്ട് ഒരു ചെറിയ കിണറുള്ള ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കിണറിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ, കിണർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പുറകോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ചെറിയ ഗ്രൗണ്ട് പോലൊരു സ്ഥലം, ചെറിയൊരു ഗ്രൗണ്ട് പോലൊരു സ്ഥലം. ആ ഗ്രൗണ്ട് കടന്ന് ക്രോസ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ ഈ നിൽക്കുന്ന ഭവനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കണക്ഷനുള്ളൊരു ഭവനം അവിടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഒരു 2 കുടുംബങ്ങളെയും കണക്ട് ചെയ്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോവാന്നാണ് പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണം. നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുക. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുക. ഞാൻ ആ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ 68 വയസ്സുള്ള ഒരു വ്യക്തിയെ ഞാൻ ആ ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഒരു നമ്മളിങ്ങനെ ഈ ഒരു ലൈറ്റ് നമ്മൾ ക്രിസ്മസിനൊക്കെ ഇടുന്നത് പോലെ തന്നെ, പക്ഷെ അങ്ങനത്തെ ലൈറ്റ് അല്ലത്. ഈ ചെറിയ നീണ്ടിരിക്കുന്ന, അധികം വലിപ്പമൊന്നുമില്ല, ഒരു ചെടിച്ചട്ടിയുടെ അത്ര വലിപ്പമുള്ള എന്തോ ഒരു ലൈറ്റ് കൊണ്ടുള്ളൊരു സംഭവമാണത്. നീണ്ടു നിൽക്കുന്ന ഒരു ലൈറ്റ് കൊണ്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഒരു സംഭവമാണ്, ഒരു വസ്തുവാണത്, ലൈറ്റാണ് അതിൽ വെച്ചേക്കുന്നത്. പക്ഷെ ഒരു ചെടിച്ചട്ടി അത്രയും വലിപ്പം അതിനുള്ളൂ. വലിയ ചെടിച്ചട്ടിയല്ല, ചെറിയ ചെടിച്ചട്ടിയുടെ ഒരു ഷേപ്പിലൊക്കെ അതിരിക്കുന്നത്. ഒരു ലൈറ്റിൻ്റെ ഇതാണ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു കാഴ്ച കാണിക്കുകയാണ്. അത് വീടിൻ്റെ പുറത്തോട്ടിറങ്ങി പുറകോട്ടോ മുമ്പോട്ടോ ഒക്കെ നോക്കിയാൽ ഒരു ഇരുണ്ട ഒരു മൂകമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് ആ അന്തരീക്ഷം അങ്ങനെയാണ്. നമ്മൾ ഈ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് റബ്ബർ തോട്ടമൊക്കെ ഉള്ള സ്ഥലത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രകാശം ഉണ്ടെങ്കിലും ഒരു ഇരുളിമ എപ്പോഴും കാണും. അതേപോലെ വീടിന് ചുറ്റിനും, എൻ്റെ വീടിൻ്റെ പുറത്തോട്ടിറങ്ങിയാൽ നോട്ടത്തിൽ മുഴുവൻ ഇരുളിമ ഫീൽ ചെയ്യുന്ന ഒരു വീടാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഒരു വെളിച്ചം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞാൽ ഭവനം ദേശത്തൊരു പ്രകാശമായി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞാൻ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുന്നല്ലോ. ഞാൻ ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നു കർത്താവ്. ഇന്ന് അവർക്ക് വേണ്ടി ഒക്കെയും പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഇന്ന് കർത്താവ് നമ്മളെ ഉള്ളത്തിൽ അങ്ങനെ ഒരു
നിയന്ത്രണം വന്നതുകൊണ്ടാണ് അങ്ങനെ പോയത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വലിയ പ്രവൃത്തികൾ ദൈവം നിറയ്ക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സൂമിലാണെങ്കിൽ ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ദൈവിക ആലോചന ഇടപെട്ടവരെ, രോഗസൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയ കൃപകൾ പറയാനുള്ള അവസരമുണ്ട്. ഈ സമയത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ദൈവസന്നിധിയിൽ തന്നെ ഒരുമിച്ച് മ്യൂട്ട് മാറ്റി പറയാം. ഒരുമിച്ച് അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകാം. ദൈവം ദൈവനാമം പ്രഖ്യാപിച്ച് പറഞ്ഞായിരിക്കും. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കോണം, വിതയ്ക്കുന്നവൻ കൊയ്യും. കളപ്പുരകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വായ്പ മേടിക്കത്തില്ല. ജോലിയിലും ബിസിനസ്സിലും ഒക്കെ വർധനമുണ്ടാകട്ടെ അപ്പ. ഒരു കർത്താവെ തകർന്നു പോകത്തില്ലപ്പ. ഈ ദിവസങ്ങളിൽ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും ഞങ്ങളെ പിന്തുടരും. വർദ്ധിക്കും, ഞങ്ങൾ വർദ്ധിക്കും. ഇന്ന് കർത്താവ് ഞാനൊരു സാക്ഷ്യമാണല്ലോ. ഇന്നലകളിൽ കർത്താവെ ദൈവം നടത്തിയ വഴികൾ ഇന്ന് വന്ന് നിൽക്കുന്ന അവസ്ഥകൾ ദൈവരാജ്യത്തിന്റെ സമൃദ്ധിക്കകത്താണല്ലോ. വർധനമുണ്ടാകട്ടെ. എല്ലാ തകർച്ചകളും മാറട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാൻ ആലിസാണ്. പറഞ്ഞു. ഞാൻ ഒരു ജോണി എന്ന് പറയുന്നത്, എന്റെ ഹസ്ബൻഡിന്റെ പേര് ജോൺ എന്നാണ്. വീട്ടിൽ വിളിക്കുന്നത് സജി എന്നാണ്. അപ്പം ബ്രദർ ഇപ്പൊ ഒരു സാക്ഷി ഇത് പറഞ്ഞിരുന്നു. വൈഫ് ആലീസ് ആണ്, അത് ഞാനാണ്. മകൾ തലമുറയ്ക്ക് വേണ്ടി, മോന് വേണ്ടി ആണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മോന് കാനഡയിൽ ഇപ്പം PR ഇല്ലാതെ തിരിച്ചു വരാനായിട്ട് ഇരിക്കുവാണ്. അപ്പൊ എനിക്ക് വേണ്ടിയാണ്, ഞാനത് ഏറ്റെടുക്കുന്നു. യേശുവിന്റെ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ബ്രദറെ, ഇപ്പൊ ആലോചന പറഞ്ഞു. ഒരു മിനിറ്റ്, ഒരാൾ പറയുമ്പോ നിങ്ങൾ മറ്റൊരാളൊന്ന് വെയിറ്റ് ചെയ്യണേ. പറഞ്ഞു. സ്തോത്രം ബ്രദറെ. കഴിഞ്ഞ ആഴ്ച എന്റെ മോൾക്ക് ഡയറിയ പിടിച്ച് അവള് ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു എറണാകുളത്ത്. 2 ദിവസം ആശുപത്രിയിലൊക്കെ കിടക്കാനിടയായി. കൊച്ചിന് ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ നാമത്തിൽ കർത്താവ് കുഞ്ഞിനിപ്പം പൂർണ്ണ സൗഖ്യം കിട്ടി ബ്രദറെ. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി. നന്ദി. ദൈവം കൊടുത്ത വിടുതലിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇനിയും നടത്തട്ടെ. ആമേൻ. പറഞ്ഞു. ബ്രദർ ഇപ്പൊ പറഞ്ഞായിരുന്നില്ലേ, ഒരു വീടിന്റെ ഇടത് വശത്ത് ഇച്ചിരി ദൂരം മാറി ഒരു കുളമുണ്ട്. അപ്പൊ ആ വീട്ടിലുള്ള ആ വ്യക്തി ഒത്തിരി പേരാല് പറ്റിക്കപ്പെട്ടതാണ്. ആ വീട്ടിലുള്ള അവരുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഞാനാണേ. ഒത്തിരി പേര് കടമൊക്കെ മേടിച്ച് നമ്മുടെ ഒരുപാട് കാശുമൊക്കെ 5 ദിവസത്തേക്കെന്നോ 10 ദിവസത്തേക്കെന്നോ എന്തേലും വാങ്ങിച്ചുകൊണ്ട് പോയാലും സ്വർണവും എല്ലാ ധനവും എല്ലാം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. എന്റെ വീടാണ് ഇങ്ങനെ. പിന്നെ എന്റെ വീടിന്റെ അവിടെ നിന്നാണ് ഇട സൈഡില് മാറി കുളമൊക്കെ ഉള്ളത് ബ്രദർ. അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു. കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. എന്റെ പേര് പുഷ്പ എന്നാണ്. ഞാൻ ഇന്നാണ് അനിത എന്ന് പറഞ്ഞൊരു സിസ്റ്റർ തന്ന് ഞാൻ ഇതിൽ കേറുന്നത്. ഞാൻ കേറിയ ഉടനെ പിന്നെ പ്രാർത്ഥന സമയത്ത് പിന്നെ പാസ്റ്റർ പറയുണ്ടായി, കറുത്ത ഷർട്ടും കറുത്ത ഇതിട്ടിട്ട് കറുത്ത ഉടുപ്പിട്ട് ഒരു വ്യക്തി വെളിയിൽ പോയിട്ട് കൂടിയിട്ടില്ലാന്ന്. എന്റെ മോനാ അത്. അവനൊരു ജോലി സംബന്ധമായിട്ടൊക്കെ ഇരിക്കുന്നു. അവനെ ദൈവം അനുഗ്രഹിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അത് എന്റെ മോനാ. അതൊന്ന് സിസ്റ്റർ, ഈ കാര്യം വല്ല ഞങ്ങൾ അറിയാൻ വല്ല വഴി ഉണ്ടായിരുന്നോ ഇപ്പൊ പറഞ്ഞതുപോലെ? ഇല്ല ബ്രദർ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് കേറുക. എന്റെ പേര് പുഷ്പ, എന്റെ മോൻ അർജുൻ. ഞാൻ ബ്രാഹ്മിൻസിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ സിസ്റ്റർ, നമ്മുടെ അനിത സിസ്റ്റർ എനിക്ക് തന്നതാണ്. അന്ന് ഇങ്ങനെ കൊച്ചിന്റെ കാര്യം പറയുമ്പോ ഞാൻ ഓടിക്കൊണ്ട് അവന്റെ കൊടുത്തു. അപ്പോഴത്തേക്കും ഈ ആലോചന കഴിഞ്ഞു. അപ്പൊ ജോണിയുടെ കാര്യമാ പറഞ്ഞ, ആദ്യം മോന്റെ കാര്യമാ പറഞ്ഞ. കറുത്ത ടീഷർട്ടും കറുത്ത വസ്ത്രവും എടുത്തിട്ട് വെളിയിൽ പോയിട്ട് ഊരാതെ, അവൻ വെളിയിൽ പോയിട്ട് ഊരാതെ വന്ന് കിടക്കുക. അവനെ ദൈവം ഇന്ന് അനുഗ്രഹിക്കാൻ പോവുക ഇനി എന്ന് പറഞ്ഞു. വലിയ ഉയർച്ച തരാൻ പോവാന്ന് പറഞ്ഞു. ഏറ്റെടുത്ത കർത്താവ് ഇനിയും വർദ്ധിപ്പിക്കും. കർത്താവ് എല്ലാം അറിയുന്നു. ഈ മകന് വേണ്ടി പ്രത്യേകം
ജോലിയുടെ ബ്രദർ പ്രാർത്ഥിക്കണം കുഞ്ഞിന് വേണ്ടി. അർജുൻ അവനൊരു അവൻ ജോലിയായിട്ടൊക്കെ ശരിയായിട്ട് ഇരിക്കുവാണ്. അവനെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ അവൻ പേര് പുഷ്പ. അത്ഭുതമാക്കി മാറ്റും സിസ്റ്ററെ. കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഈ ബ്രദറെ സഹോദരന്റെ ചാണ്ടീസ് ഒരു എന്ന് ആലോചന ഒന്ന് ഉണ്ട്. ചോദിച്ചു. പറഞ്ഞായിരുന്നു. പറഞ്ഞു. ചാണ്ടീസ് ബ്രദറെ എന്ന് പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞായിരുന്നു. ചാണ്ടീസ്. ആ അത് എന്റെ ഇതാണ്. എന്റെ ബിസിനസ് ബന്ധപ്പെട്ട എന്റെ പേര് ചാണ്ടി എന്നാണ്. ഏറ്റെടുക്കുന്നത് അഭിഷേക്. ആമേൻ. കർത്താവ് സാക്ഷ്യമാക്കി മാറ്റി പറ. പറഞ്ഞു. എന്റെ വീടിന് പുറകില് ഒരു കുളമുണ്ട്. ഞാനും ഒരു മിനിറ്റ് ഒരാൾ പറയുമ്പോ ഒന്ന് ജസ്റ്റ് പറഞ്ഞു. എന്നിട്ട് മോള് ഹോസ്പിറ്റലായി. എനിക്കറിയില്ലായിരുന്നു ഞാൻ ദുബായിൽ. അപ്പൊ നാട്ടില് ഞാൻ എന്നും വൈകുന്നേരം മോളെ വിളിക്കുമ്പോ ഇന്ന് ആ സമയത്ത് വിളിച്ച പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലായി, എനിക്ക് പനിയാ, പെട്ടെന്ന് പനി വന്നു. അപ്പൊ ഞാൻ വിളിച്ചു ഇന്നലെ നിങ്ങൾക്ക്, ഇന്ന് ഉച്ചക്കായിരുന്നു, എനിക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റില്ല. ഞാൻ ഓട്ടോറിക്ഷ കയറി വീട്ടിൽ വന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ കിടത്തി ട്രിപ്പ് കയറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കണെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. എങ്കിലും ഡെങ്കി ആണെന്ന് അറിഞ്ഞു. പക്ഷെ പ്ലേറ്റ്ലേറ്റ് ഒന്നും കുറഞ്ഞില്ല. ഞാനപ്പൊ എനിക്ക് കാര്യമുണ്ടായില്ല. ഞാൻ ബ്രദർ പറഞ്ഞു ഓരോ വാക്യം പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പൊ പിന്നെ അത് ഞാൻ പറഞ്ഞ ആ ബൈബിള് അവിടെ കിടന്നുകൊണ്ട് കിടക്കാതെ എഴുന്നേറ്റ് ഇരുന്ന് വചനം വായിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, വചനം പറയാന്ന് പറഞ്ഞു തന്നേലും കൂടുതൽ ആ വചനം വായിച്ച് മനസ്സിലാക്കി പറയുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ബ്രദറെ, എനിക്ക് അങ്ങനത്തെ ഒരു ഇതാ കിട്ടണത്. അപ്പൊ ഞാൻ അത് വായിച്ചു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഇങ്ങനെ പറയണോ എന്നുള്ള ഒരു ഭയങ്കര ടെൻഡൻസി വരും. അപ്പൊ ഞാൻ അങ്ങനെയാണ് വചനം പറഞ്ഞ് ഓരോ അനുഗ്രഹം പ്രാപിക്കണം. ബ്രദർ പറഞ്ഞു തരുമ്പോ അത് കേൾക്കണ അപ്പൊ എനിക്ക് അത്ര അങ്ങോട്ട് തോന്നില്ല. പക്ഷെ എനിക്ക് ആ വചനം എടുത്ത് വായിച്ചു കഴിയുമ്പോ ആ ഓരോ വാക്കെന്ന് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കേണ്ടത്. ഡെങ്കു ആണെങ്കിലും ക്ഷീണം തളർച്ചയൊന്നുമില്ല, വലിയ കുഴപ്പമില്ല. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കും വലിയൊരു വിടുതലായി. അത് ദൈവത്തിന് മഹത്വപ്പെടുത്തണം. നന്ദി കർത്താവ്. എന്ന പ്രിയമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ. വചനത്തിൽ ശക്തിപ്പെടുവാനും കർത്താവ് കൃപ കൊടുത്തല്ലോ. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അനേകരെ യേശുവിന്റെ സാക്ഷിയാക്കുവാൻ ദൈവം ഇടയാക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞോ. എനിക്കറിയാവുന്ന സഹോദരിയാണ്. ഒരു കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ നാളായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ തിരക്കുകാരന് പറ്റിയിരുന്നില്ല. ഇന്നലെ എനിക്ക് പെട്ടെന്ന് ചേച്ചിനെ വിളിക്കണം എന്നുള്ള കർത്താവ് ഒരു ഗൈഡൻസ് ഒന്ന് ഞാൻ വിളിച്ചു. വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോ 4 മാസമായി പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നു പോലില്ല. കാരണം അവരുടെ വിഷയങ്ങളൊന്നും നടക്കാത്ത കാരണം അടയാളങ്ങളൊന്നും കാണുന്നില്ല സിസ്റ്ററെ, നിരാശയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടും പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത്. എന്നിട്ട് അവരോട് വചനം പറയാനും അവർക്കൊന്ന് ബലപ്പെടുത്തി പ്രാർത്ഥിക്കാനൊക്കെ പറ്റി ബ്രദറിന്റെ ലിങ്ക് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്കൊരു വലിയൊരു ബലമായിട്ടുണ്ടായിരുന്നു. ദൈവം വലിയൊരു പ്രവൃത്തി അവരിലൂടെ ചെയ്തെടുക്കും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. വലിയ പ്രവർത്തികൾ ദൈവം നിറയ്ക്കാനിടയായി തരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് ജോഷി. പറഞ്ഞു ബ്രദറെ. ഞാൻ കുറച്ചു നേരത്തെ ഞാൻ ട്രൈ ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ആലോചന പറഞ്ഞു. പുറത്തു പോയി വന്നിട്ട് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഇരിക്കുന്ന ഒരു ആലോചന പറഞ്ഞു. അത് ഞാനാണ്. ഞാൻ പുറത്തു പോയി വന്നതിന്റെ പിന്നാലെ ഈ പ്രയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ബ്ലാക്ക് ഷർട്ടാണ് ഞാൻ ഇട്ടിട്ടിരിക്കുന്നത്. ഒരേ ആലോചന ഒരേപോലെ ഉണ്ട് ബ്രദർ, ഏറ്റെടുത്തോണം. കർത്താവ് അതിന്റെ മേൽ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ദൈവത്തിന്റെ വലിയ പ്രവർത്തിയെ കർത്താവ് നിറയ്ക്കും. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ബ്രദറിന് ഒരു സാക്ഷ്യം പറയാനായിട്ടിരുന്നു. എന്റെ തൊണ്ടയ്ക്ക് വേദനയില്ല. തൊണ്ടയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഒക്കെ തൊണ്ടയ്ക്ക് ഇങ്ങനെ എന്തോ പൊടി വീഴുന്ന പോലെ, പാട വീഴുന്ന പോലെ ഒക്കെ എനിക്ക് കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഞാൻ അന്ന് പോലെ വചനം അയച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വളരെ വ്യത്യാസമായി. ഇപ്പൊ അങ്ങനെയൊക്കെ വരുന്നില്ല, അത് മാറിപ്പോയിരിക്കുന്ന. പൊടി വീഴ്ച പോലെ പ്രാർത്ഥിക്കുമ്പോഴൊന്നും ഇപ്പൊ ആ ബുദ്ധിമുട്ടില്ല. പക്ഷെ എനിക്ക് കുറച്ച് ഒന്ന് പാടുമ്പോഴോ ഒരു വാക്ക് പറയുമ്പോഴോ ഒക്കെ അങ്ങ് വല്ലാതെ തൊണ്ടയ്ക്ക് ഇറിറ്റേറ്റഡ് ആയിരുന്നു. അത് മാറിപ്പോയി. എന്റെ കർത്താവിന്റെ കൃപയാൽ, പ്രാർത്ഥനയുടെ ആ വചനത്തിന്റെ ശക്തിയാൽ അത് മാറിപ്പോയെന്ന് തന്നെ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ
ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദറെ. എൻ്റെ പേര് ശാന്തി എന്നാ. എൻ്റെ വീടിന്റെ പുറകിൽ ഒരു കുളമുണ്ട് അമ്പലത്തിന്റെ. എനിക്കും മനസ്സിന് വളരെ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ഞാൻ ആ ദൈവാലോചന ഏറ്റെടുക്കുന്നു. കേടായി കേട്ടോ. കർത്താവ് അത് സാക്ഷ്യവാക്കി മാറ്റി സിസ്റ്റർ ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ഒരേ ആലോചന ഒരേപോലെ വരുന്നവങ്ങൾ ഏറ്റെടുത്താൽ മതി. നിങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അടുത്തിടെ കൊണ്ട് നമുക്കൊരു അവസരം കൊടുക്കണേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദർ. പറഞ്ഞു. പ്രൈസ് ലോർഡ് ബ്രദർ. കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുവാണ്. ബ്രദർ പറഞ്ഞ ആലപ്പുഴ കോട്ടയം എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ പറ്റി ഒരു ദൂത് പറഞ്ഞായിരുന്നു. അത് എന്നോട് കർത്താവ് സംസാരിച്ചതായിരുന്നു. ഞാൻ ദൈവനാമത്തെ അത് ഏറ്റെടുക്കുകയാണ്. ദൈവത്തിന് 1000 നന്ദി. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഈ ഇടിവിൽ നിൽക്കുന്ന ബ്രദറിനെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ആലോചന സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടെടുത്തോളം വലിയ കർത്താവ് മാനിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു സിസ്റ്റർ. ബ്രദർ കഴിഞ്ഞ ജൂലൈയില് കേൾക്കാമോ ബ്രദറിന്? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്റർ. കഴിഞ്ഞ ജൂലൈയില് ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. ഞാൻ മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്ന മാനസികമായി ഞാൻ ഒരുപാട് വിഷമത്തിലായിരുന്നു. ബ്രദറിനെ ഞാൻ പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചു. അതിന് മറുപടി എനിക്ക് തന്നു. ഒരു ദൂത് ബ്രദർ പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു, വലിയൊരു സമാധാനം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും, സിസ്റ്റർ വിശ്വസിക്ക്, കർത്താവ് അത് നടത്തി തരും. പക്ഷെ ഞാനത് കേട്ടു, ഏറ്റെടുത്തു. എനിക്ക് സത്യം ഞാൻ പറയാം, ബ്രദർ പറയുമ്പോ വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകൾ അത്രയും കൂടുതലായതുകൊണ്ട് ഞാൻ പിന്നെയും ചോദിക്കുന്നത് എപ്പോഴാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു മാസമായി എന്റെ കുടുംബത്തിൽ ഭയങ്കര സമാധാനം, സ്വസ്ഥതയും, എനിക്കറിഞ്ഞൂടെ ദൈവികമായ ഭയങ്കര സമാധാനം കർത്താവ് തന്നിരിക്കുന്നു. അതിന് ഞാൻ കർത്താവിനോട് നന്ദി പറയാം. പിന്നെ എനിക്ക് ദൂതുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റെടുത്ത് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞ ദൂതും ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു ദൂതായിരുന്നു. ബ്രദർ പറഞ്ഞു എൻ്റെ അടുത്ത് ഇതിലും ശ്രേഷ്ഠമേറിയ ഒരു ഭവനം തരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്ത്, കർത്താവ് 5 പൈസ ഇല്ലാത്തടത്ത് ഒരു വീടോ എന്നിങ്ങനെ ചിന്തിച്ചു. ഏറ്റെടുത്തു ഞാൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ചേച്ചിയോട് ബ്രദർ വീണ്ടും പറഞ്ഞു, ഒരു വീട് നിങ്ങൾക്ക് തന്ന ദൈവം അനുഗ്രഹിക്കാണ്. ഉടനെ പറഞ്ഞു, ഇപ്പം വീട് തരും എന്ന് പറയുമ്പോ നിങ്ങൾ ആകുലപ്പെടണ്ട, അത് ദൈവം നടത്തിക്കോളും. അതുകൂടെ ഓർത്ത് നിങ്ങൾ വറിയാവണ്ടെന്ന്, ആകുലപ്പെടണ്ടെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ കർത്താവിനോട് മാപ്പ് പറഞ്ഞു, കർത്താവ് ഒന്ന് ക്ഷമിക്കണം, ഞാൻ ആ ദൂത് ഏറ്റെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ ദൂതിന്റെ വിടുതൽ എനിക്ക് സമാധാനം, സ്വസ്ഥതയും ദൈവം തന്നിരിക്കുന്നു. കർത്താവിന് നന്ദി പറയണം, ബ്രദറിനും നന്ദി പറയണം. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും കർത്താവ് സമാധാനത്താൽ നിറയ്ക്കട്ടെ. ദിവ്യ സമാധാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും മാറാകട്ടെ. ഓരോരുത്തരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് സമൃദ്ധമായിട്ട് നടത്തട്ടെ. പറഞ്ഞു. ബ്രദറെ, എന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അവര് കുടുംബമായിട്ട് കുവൈറ്റിലാണ് ഉള്ളത്. മരുമോന് ജോലിയില്ലാതെ, ജോലി കിട്ടിയിട്ട് പിന്നെ അവരുടെ ശമ്പളമൊക്കെ കിട്ടാതെ അവിടുന്ന് ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്. അവിടെ ജോലിയില്ല. അവന്റെ ഒരു ജോലിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. പിന്നെ അവര് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. അന്ന് അവള് ഇന്നലെ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ എനിക്കൊരു കുഞ്ഞിനെ മറുപടി ചേർക്കാൻ മമ്മി പ്രാർത്ഥിക്കും മമ്മി എന്ന്. എനിക്ക് ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്നിട്ട് ഈ ഗ്രൂപ്പിൽ അവളും ഉണ്ട്, അവരും കുടുംബമായിട്ടും ഉണ്ട്. അവരിപ്പൊ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണേ ബ്രദറെ. ആ വിഷയത്തിന് ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. തീർച്ചയായിട്ടും സിസ്റ്റർ അവിടെ പറയണം. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് ഉദരം തുറക്കും കേട്ടോ. കർത്താവ് അടുത്ത വർഷം അവർ ആഗ്രഹം പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ ദൈവം കൊടുക്കും, മാനിക്കും. യേശുവിന്റെ നാമത്തിൽ ഇത് മുഴുവൻ ദിവസങ്ങളിൽ ഏറ്റു പറഞ്ഞോളാൻ പറയണം. ഉദരത്തെ കൈവച്ചുകൊണ്ട് ദൈവം അത് അത്ഭുത സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.
ബ്രദർ പറഞ്ഞല്ലോ ഒരു വയലറ്റ് കളറുള്ള എന്തോ ഒരു സാധനം ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ ഏറ്റെടുക്കുന്ന അതിന്മേൽ ദൈവം ഒരു വർധനവ് വരുത്തുവാൻ ബ്രദർ പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ. ആമേൻ. എന്നെ കർത്താവ് അത് കുറിച്ച് സാക്ഷ്യവാക്യം മാറ്റി സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അമ്മേ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ